അതുപോലെ ഒരു പാട്ടാണ് ഞങ്ങൾ ചേർന്ന് പാടുന്നു. നമുക്കെല്ലാവർക്കും സ്ഥലത്തും എഴുന്നേറ്റ് വെക്കാം. ഇത് പഴയ പാട്ടാണ് പാടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ക്രിസ്തുവിനായി സഹിച്ചവനരികിൽ ചെല്ലാം, എല്ലാം സഹിച്ചവനരികിൽ ചെല്ലാം. യേശുവിൻ നിന്ദയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. യേശുവിൻ നിന്ദയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. സ്തെഫാവിന്മേൽ വീണ കല്ലുകളോർത്തും, സ്തെഫാവിന്മേൽ വീണ കല്ലുകളോർത്തും, ശിഷ്യന്മാർ സഹിച്ച തടവുകളോർത്തും, ശിഷ്യന്മാർ സഹിച്ച തടവുകളോർത്തും, നാശങ്ങൾ വന്നാലും പാശങ്ങളെല്ലാം, നാശങ്ങൾ വന്നാലും പാശങ്ങളെല്ലാം സഹിച്ചവനരികിൽ ചെല്ലാം, എല്ലാം സഹിച്ചവനരികിൽ ചെല്ലാം. യേശുവിൻ നിന്ദയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. യേശുവിൻ നിന്ദയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. കള്ളസോദരർ കൈവെടിഞ്ഞാലും, കള്ളസോദരർ കൈവെടിഞ്ഞാലും, നിനക്കാത്തവകളെ ചുമത്തിയെന്നാലും, നിനക്കാത്തവകളെ ചുമത്തിയെന്നാലും, നല്ല ക്രിസ്തേശുവിനോടെടുത്താലും, നല്ല ക്രിസ്തേശുവിനോടെടുത്താലും സഹിച്ചവനരികിൽ ചെല്ലാം, എല്ലാം സഹിച്ചവനരികിൽ ചെല്ലാം. യേശുവിൻ നിന്ദയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. യേശുവിൻ നിന്ദയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. കഷ്ടങ്ങൾ പലവിധമായി വന്നാലും, കഷ്ടങ്ങൾ പലവിധമായി വന്നാലും, നഷ്ടങ്ങൾ അനവധി നേരിട്ടാലും, നഷ്ടങ്ങൾ അനവധി നേരിട്ടാലും, ദുഷ്ടത ഭൂമിയിൽ പെരുകി വന്നാലും, ദുഷ്ടത ഭൂമിയിൽ പെരുകി വന്നാലും, സഹിച്ച
സഹിച്ചവനരികിൽ ചെല്ലാം. യേശുവേ നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. യേശുവേ നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. അഗ്നിക്കു നമ്മെ ഇരയാക്കിയാലും, അഗ്നിക്കു നമ്മെ ഇരയാക്കിയാലും, നഗ്നരായി നാം നടക്കേണ്ടി വന്നാലും, നഗ്നരായി നാം നടക്കേണ്ടി വന്നാലും, അറുക്കപ്പെട്ട ആട്ടിൻകൂട്ടിൽ വിളിച്ചു, അറുക്കപ്പെട്ട ആട്ടിൻകൂട്ടിൽ വിളിച്ചു, സഹിച്ചവനരികിൽ ചെല്ലാം. എല്ലാം സഹിച്ചവനരികിൽ ചെല്ലാം. യേശുവേ നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. യേശുവേ നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. സ്ഥിരമായി നിന്നവൻ രക്ഷയെ കാണി, സ്ഥിരമായി നിന്നവൻ രക്ഷയെ കാണി, നടന്നിടും യുദ്ധം ദൈവത്തിൻ്റെ, നടന്നിടും യുദ്ധം ദൈവത്തിൻ്റെ. സ്തോത്രബലിക്കും പാത്രനായവനേ, സ്തോത്രബലിക്കും പാത്രനായവനേ, ഹല്ലേലൂയ പാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടി സ്തുതിക്കാം. യേശുവേ നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. യേശുവേ നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. പാളയത്തിൻ പുറമെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ 5-ാം ദിവസം ഈ 2-ാം സെക്ഷനിലേക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കഴിഞ്ഞ 3 സെക്ഷനിലും ഇടയവനാകയുടെ വചന ശുശ്രൂഷ വിശേഷമായ കൃപ പരിശുദ്ധാത്മ നടത്തിപ്പ് നൽകി അനുഗ്രഹിച്ച സ്നേഹത്തിനായിട്ട് സ്തോത്രം. ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ മക്കളെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. വചനം നൽകണം, ശക്തി നൽകണം. എല്ലാ വ്യക്തികളുടെ മേൽ വലിയ ആത്മാവെ പകർച്ചകൾ ഉണ്ടാക്കുവാൻ പരിശുദ്ധാത്മാവിടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അകത്തും പുറത്തും ഒരേപോലെ ദൈവകൃപ വ്യാപരിക്കപ്പെടും. അന്ന് പകൽ എളിയവരോട് അന്തിനവത്തോട് ഈ നാരകത്തോട് ഈ സഭ അങ്ങയാൽ ആരംഭിക്കപ്പെട്ട സഭയാണ്. ഇതിനെന്തോളം നിലനിർത്തി തന്ന ഇനിയും നിലനിർത്തുവാനും ഉണർത്തുവാനും ക്രിസ്തുവിനെ നാളോളം ഇതിനെ നിലനിർത്തുവാനും അങ്ങ് വിശ്വസ്തനാകിയ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. കരങ്ങളിൽ അങ്ങയുടെ മക്കളെ മുഴുവൻ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി കടന്നു വരാൻ കഴിയാത്തവരെ ഏൽപ്പിക്കുന്നു, യാത്രയിലായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. സഭയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് വെളിയിൽ ഭാരതത്തിന് വെളിയിലുള്ള എല്ലാ ദൈവമക്കളെ തുല്യതകൾ ഏൽപ്പിക്കുന്നു. സഭയുടെ കാലാകാലങ്ങളിൽ അങ്ങയുടെ വേലയ്ക്കായി വേർതിരിക്കപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവേ, ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് ആത്മീയ നേതൃത്വം കൊടുക്കുവാൻ അങ്ങയാൽ നിയോഗിക്കപ്പെട്ട കൃത്തുദാസനെ തന്റെ കുടുംബത്തെ ഓർത്ത് സ്തോത്രം. കടന്നു വന്ന അഭിഷക്ത ദൈവദാസന്മാർക്കായി സ്തോത്രം. രാത്രി അല്പസമയം ഞങ്ങൾ അങ്ങനെ ഭാഗപ്പെടുത്തിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് കൃത്യമായി ഇടപെട്ട് സംസാരിച്ച് ആത്മാവിനുള്ള ഫലം നൽകി ശാരീരിക സൗഖ്യം നൽകി
വിടുതൽ നൽകേണ്ട മേഖലകൾ വിടുവിച്ച് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്വം അംഗീകരിപ്പിക്കും. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സൂര്യപിതാവേ. അക്കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് സ്തുതിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർക്കും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളുടെ ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ 2 ദിവസത്തെ ശുശ്രൂഷക്കായി ഞങ്ങളെ ക്ഷണിച്ച കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും സഭാ എക്സിക്യൂട്ടീവ്സിനോടും സഭയോട് അംഗങ്ങളോടും ഞങ്ങളുടെ തികഞ്ഞ സ്നേഹവും നന്ദിയും അർപ്പിക്കുക. നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കുവാൻ ലഭിച്ച ഈ 2 ദിവസം ജീവിതത്തിൽ ലഭിച്ച ഒരു അനുഗ്രഹമായി പദവിയായി കണക്കാക്കി. ഈ 40 വർഷത്തെ ആത്മീക ശുശ്രൂഷ ജീവിതത്തിൽ ഒട്ടനവധി സഭകളിൽ ഒട്ടനവധി ദേശങ്ങളിൽ സുവിശേഷമായിട്ട് നിൽക്കുവാനുള്ള കൃപ ദൈവം നൽകുന്നു. ഈ ആത്മശുശ്രൂഷയുടെ ചരിത്രത്തിൽ ഈ 2 ദിവസവും വിലപ്പെട്ടതാണ്. അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഞങ്ങൾ വന്നത് മുതൽ ഈ സമയം വരെയും കർത്താവിന്റെ ദാസനും ദാസി കുഞ്ഞുങ്ങളും ഞങ്ങളോട് കാണിച്ച സ്നേഹവും ബഹുമാനവും സർക്കാരത്തിനും ധാരാളമായ പ്രതിഫലവും നന്മയും ദൈവം നൽകുവാണ്. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനും നീതിമാൻ എന്ന് വെച്ച് നീതിമാനും സർക്കാരുകൾ ചെയ്യുന്ന ബഹുമാനം കൊടുക്കുന്ന ശുശ്രൂഷിക്കുന്ന എല്ലാവർക്കും പ്രതിഫലം ദൈവം കൊടുക്കുന്നു. അത് ഞാനല്ല പ്രതിഫലം കൊടുക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാണ്. യാതൊരു സംശയ കാര്യത്തില്ല. അതുകൊണ്ട് കർത്തൃദാസ കുടുംബത്തിലും സഭയ്ക്കും നിശ്ചയമായിട്ട് പ്രതിഫലം ഉണ്ടാകും എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി നിങ്ങളെ ഉണർത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട 2 അഭിഷക്തന്മാർ ഇടവും പലവുമായിട്ടുണ്ടല്ലോ. ദേവദാസന്മാരെ ഓർക്കും ഞാൻ ദൈവത്തെ സ്മരിക്കുകയും നിങ്ങൾക്കും ഞാൻ വന്ദനം ചൊല്ലുകയാണ്. ദൈവത്തെ അനുഗ്രഹിക്കണം. തുടർമാനമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവവചന ഭാഗങ്ങളിലേക്ക് തന്നെ നമ്മൾ കടന്നു വരികയാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 37, 38 മുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് എനിക്ക് കർത്താവ് തന്ന വെളിപ്പാടും ദർശനം അനുസരിച്ച് സഭയ്ക്ക് വെളിയിൽ വചനം പ്രസംഗിക്കണമെന്നും സഭയ്ക്കകത്ത് വചനം പഠിപ്പിക്കുകയും ചെയ്യണം എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരാണ്. അത് ഉപവാസ പ്രാർത്ഥനയാണെങ്കിലും കൊള്ളാം, ഉണർവ് യോഗമാണെങ്കിലും കൊള്ളാം, ദൈവവചനം ജനത്തെ പഠിപ്പിക്കണം എന്നുള്ള ഒരു ബോധ്യം. ദൈവവചനത്തെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് കർത്താവിന്റെ പ്രവൃത്തി എന്നത്. ഞാൻ പറയുന്ന മാനുഷിക വാക്കുകളെ ദൈവം ഒരിക്കലും ഉറപ്പിക്കില്ല. എന്നാൽ എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വചനത്തെ ദൈവം ഉറപ്പിക്കും. കാരണം അത് ദൈവത്തിന്റെ വചനം ദൈവം ഉറപ്പിക്കും. യാതൊരു സംശയമില്ല. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 37 മുതലുള്ള വാക്യങ്ങൾ വന്നപ്പോൾ കഴിഞ്ഞ പകൽ നമ്മളൊരു പദം സ്പർശിച്ചു. അത് മാനസാന്തരം എന്ന പദം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ഞാൻ എന്തിനാണ് ഈ വാക്യം ആവർത്തിച്ചു പറയുന്നത് ചോദിച്ചാൽ, നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള കുറെ വാക്യങ്ങളൊക്കെ മനഃപ്പാഠമായിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇന്ത്യയുടെ സിറ്റുവേഷനൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാലഘട്ടത്തിൽ കേരളത്തിന് വെളിയിലുള്ള
പല സ്റ്റേറ്റുകളിലൂടെ സുവിശേഷമായി പോയപ്പോൾ കേരളത്തിൽ എങ്ങനെ പരസ്യയോഗം നടത്തുന്നു അതേപോലെ ഞങ്ങൾ പരസ്യയോഗം നടത്തിക്കൊണ്ടിരുന്നത്. ബാനറൊക്കെ വലിച്ചു കെട്ടി മത്സരമൊക്കെ വെച്ച് പ്രസംഗിക്കുവാൻ ഉത്തരാഖണ്ഡിലും ഉത്തരാകാശിയിലും അലഹബാദിലും എല്ലാം പ്രസംഗിച്ചു. ഇന്ത്യയുടെ ഇതര സ്റ്റേറ്റുകളിൽ പ്രസംഗിച്ചു. പക്ഷെ ഇന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ബീഹാറിലും നേപ്പാളിലുമായിട്ട് നടന്നു. ഒരു ട്രാക്ട് പോലും നമുക്ക് പരസ്യമായിട്ട് കൊടുക്കുക. സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞു. കേരളത്തിലും ഈ സിറ്റുവേഷൻ വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കേരളത്തിന്റെ 14 ജില്ലകളിലും നിരന്തരമായി സുവിശേഷമായിട്ട് പോകുന്ന വ്യക്തികളെന്ന് പറഞ്ഞില്ലേ, കഴിഞ്ഞ നാളുകളിൽ എതിർപ്പില്ലാതിരുന്ന പല സ്ഥലത്ത് ഇന്ന് സുവിശേഷം പരസ്യമായിട്ട് പ്രസംഗിക്കപ്പെട്ടതില്ല. ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത് നാളെയുടെ നാളെ ബൈബിള് കൈ പിടിച്ച് വരാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തെങ്കിലും അകത്ത് ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളിലും ഇത് നിൽക്കാൻ പറ്റും. പീഡിത രാജ്യങ്ങളിൽ ഒരു ബൈബിളൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അവർക്ക് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ബൈബിള് കിട്ടിയാൽ തന്നെ അത് വീടിന്റെ അകത്തോ ഏതെങ്കിലും കാടുകളിലോ കൊണ്ടുകൊണ്ട് കുറിച്ചിടുകയാണ്. ആരും അറിയാതെ വന്ന് അത് വീണ്ടും വന്ന് ആ മണ്ണിൽ നിന്ന് അതിനെ എടുത്ത് അത് വായിക്കും. ബൈബിള് കിട്ടിയ ആള് അത് എത്രയും വേഗം വായിച്ച് മനഃപ്പാഠമാക്കും. എന്നിട്ട് കോൺഗ്രിഗേഷനിലേക്ക് വരും. വായിച്ചതും പഠിച്ചതും അവരുമായിട്ട് എന്ത് ചെയ്യാൻ പങ്കുവയ്ക്കുക. ഒരു ബൈബിള് കിട്ടിക്കഴിഞ്ഞാൽ ബൈബിളുകൾ ഓരോ പേപ്പറുകളായിട്ട് മാറ്റുകയാണ്. എന്നിട്ട് ഓരോ പേപ്പറുകൾ ഓരോ വിശ്വാസി കൊടുക്കുകയാണ്. അമൂല്യമായ നിധിയായിട്ട് വേദപുസ്തകത്തിന്റെ താളുകൾ അവർ കൊണ്ടുവരണം. നമുക്ക് ഏതെല്ലാം ഭാഷകളിൽ വിശുദ്ധ ബൈബിൾ നിലനിന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ വിലയും വിലയും നമുക്കത് മനസ്സിലായിട്ടില്ല. എന്നാൽ ഒരു കേഴ്സറ്റി വരുമ്പോൾ നമുക്കതിന്റെ വിലയും വിലയും മനസ്സിലാകും. അതുകൊണ്ട് തന്നെ വചനങ്ങൾ മനഃപ്പാഠമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് അടിച്ചെടുക്കേണ്ടത് ആവശ്യമാണെന്ന് എന്റെ സന്ദർഭവശാൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കുക, ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 5:17 വാക്യം. 2 Corinthians chapter 5:7. ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ എന്നോട് കൂടെ കർത്താവിന്റെ വേലയിൽ ഒരു പങ്കാളിത്തം വഹിക്കുന്ന, പ്രത്യേകിച്ച് ഞങ്ങളുടെ മൈസെറ്റ് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രായമുള്ള ഒരു അംഗമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജെയ്സൺ എന്നാണ്. അദ്ദേഹം ജനിച്ച് വളർത്തപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് കുടുംബത്തിലാണ്. തന്റെ പിതാവ് എറണാകുളം പട്ടണത്തിലെ മറ്റിതര സ്ഥലങ്ങളിലെ പള്ളികളിലെ ഛായാചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന പ്രസിദ്ധനായ ഒരു മനുഷ്യനാണ്. അതിനെ ജന്മസിദ്ധമായിട്ട് ഈ വരക്കുവാനുള്ള വാസന ഇദ്ദേഹത്തിനുണ്ടായി. എന്നുവെച്ചാൽ 8ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ പെങ്ങളും കൂടെ, നമുക്കറിയാം, ഈ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് എഴുതുന്ന ഒരു ചുമതല ഏറ്റെടുത്തു തന്റെ പിതാവിന്. ആ നമ്പർ പ്ലേറ്റ് ഒക്കെ എഴുതി കൊടുക്കുന്ന സമയത്ത് ഈ പല വാഹനങ്ങൾ വരുന്നത് അവര് ഒരു സിഗരറ്റ് കൊടുക്കും, അല്പം ഒന്ന് കുടിക്കാൻ കൊടുക്കും. കൊച്ചു പിള്ളേരാണെങ്കിലും 8ാമത്തെ വയസ്സിൽ അങ്ങനെ തുടങ്ങി പറയും. അങ്ങനെ അദ്ദേഹം വളർന്നു വന്നു, മുക്കുടിയനായിട്ട് മാറി, പുകവലിക്കുന്ന ആളായി മാറി. അദ്ദേഹം നന്നാകുമെന്ന് വിചാരിച്ച് അദ്ദേഹത്തെ വിവാഹം കഴിപ്പിച്ചു. അതിനെയാണ് പലരും വിവാഹം കഴിപ്പിക്കുന്നത്. പക്ഷെ നന്നാകത്തില്ലെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവൻ നന്നാകുമെന്നൊക്കെ വിചാരിച്ച് കല്യാണം കഴിപ്പിച്ചാൽ ആ കുടുംബം തന്നെ. അദ്ദേഹം വീണ്ടും പുതിയനായിട്ട് മാറി. 3 കുട്ടികളുണ്ടായി. ഈ കുഞ്ഞുങ്ങളൊക്കെ വന്നു. നല്ല ഒരു മെക്കാനിക്കാണ്, പാച്ച് വർക്കറാണ്, പെയിന്ററാണ്, ഒരു സർവകലാവലർന്നൊക്കെ പറയാം. അതുപോലുള്ള കഴിവുകളുണ്ട്.
എന്നാൽ അദ്ദേഹത്തിന്റെ മകളെ പ്രസവിച്ചു. തന്റെ ഭാര്യയും 2 ആൺമക്കളെയും മകളുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞാൽ പോരാന്ന് പറഞ്ഞ വീട്ടിലേക്ക് പോയി. അദ്ദേഹം മുൻകൂട്ടി കരുതി വെച്ചിരുന്ന ഒരു കന്നാസെന്നോ ഒരു ക്യാനെന്നൊക്കെ പറയും അല്ലേ, അതിന്റെ അകത്ത് ഒരു 10 ലിറ്റർ മണ്ണെണ്ണ എടുത്ത് തന്റെ തലയിലൂടെ ഒഴിച്ച് അദ്ദേഹം തീ കൊടുത്തു. വീടിന്റെ അകത്ത് തീ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വീടിന്റെ അകത്തുനിന്ന് ചാടിപ്പുറത്ത് വന്നു. അവിടെ കിടന്ന് ഉരുളാൻ തുടങ്ങി. ഗേറ്റ് എല്ലാം ലോക്ക് ചെയ്തിട്ടാണ് ചെയ്തത്. നാട്ടുകാര് ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത് മതില് ചാടി പുറത്തു വന്ന് ഗേറ്റൊക്കെ തുറന്ന് ഇദ്ദേഹത്തെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാരെ ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇദ്ദേഹം ജീവിക്കത്തില്ല, മരിച്ചു പോകും. അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അഥവാ ജീവിച്ചാൽ 1 വർഷമെങ്കിലും പിടിക്കും ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പാടുകൾ മാറാൻ. 3ാമത്തെ വിഷയം പറഞ്ഞു സ്തോത്രം, ഇദ്ദേഹം സൗഖ്യം പ്രാപിച്ചാൽ ശരീരത്തിന്റെ പാടുകൾ മാറില്ല. ഇങ്ങനെ പല റിപ്പോർട്ടുകൾ പറഞ്ഞ് അവിടെ കിടക്കുകയാണ്. ഈ സമയത്ത് എന്റെ അസിസ്റ്റന്റ് പാസ്റ്റർ ആയിരിക്കുന്ന ഒരു കത്തുദാസൻ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എന്റെ ഒരു അങ്കിള് ഹോസ്പിറ്റലിലാണ്, പാസ്റ്റർ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആ ജനറൽ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. കേട്ടോ, ഒരു പ്രാവശ്യമേ പുള്ളിയെ നോക്കിയുള്ളൂ. കാരണം തല മുതൽ പാദം വരെ ഇങ്ങനെ കൊമളച്ച് കിടക്കുക. അദ്ദേഹത്തിന്റെ മുഖത്തേക്കൊന്ന് ഞാൻ നോക്കിയപ്പോൾ ആ മുഖത്ത് ഭയങ്കര സങ്കടം, ഭയങ്കര വേദന അത് റിഫ്ലക്ട് ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് എന്നത് പതുക്കെ ഇങ്ങനെ വചനം പറയാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇപ്പൊ ഒന്നും പറയണ്ട, ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുക. ഈ വലത്തെ കൈ തന്നെ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. നാം എന്ത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവരുടെ ബാക്കിവരുടെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികളുണ്ട്. അങ്ങനെ ഒരു വാക്യമില്ലേ? യോഹന്നാൻ 7:37 മുതലുള്ള വാക്യം. അപ്പോൾ ഞാനിങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ആത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ കൈകളിലൂടെ ആ മനുഷ്യനെ കൂടി. ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ആ ശക്തിയാലൊന്ന് സ്പർശിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വ്യത്യാസം ഞാൻ കണ്ടു. പതുക്കെ യേശുവിനെ കുറിച്ച് ഞാനൊരു ഭാവിയാണെന്ന് ബോധ്യത. തന്റെ വാക്കുകളും പ്രവൃത്തികളും പാപമായിരുന്നു എന്ന് മനസ്സിലാക്കി പൊട്ടിക്കരഞ്ഞ് യേശുവിനെ സ്വീകരിച്ചു. 2 ആഴ്ചക്കുള്ളിൽ ഡിസ്ചാർജ് ചെയ്ത് പുറത്തു. ആ ശരീരത്തിൽ ഒരു പാടുപോലും ഇല്ല. ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറി. 8ാമത്തെ വയസ്സിൽ തുടങ്ങിയ അമദ്യപാനം, പുകവലി തലവിട്ട് മാറി. എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യഥാർത്ഥമായി വീണ്ടിച്ചരണം എന്ന പ്രക്രിയ ഒരു വ്യക്തിയിൽ നടന്നാൽ ആ വ്യക്തിയുടെ സ്വഭാവത്തിന് മാറ്റം വരും. അവന്റെ ശീലങ്ങൾക്ക് മാറ്റം വരും. ആഗ്രഹങ്ങൾക്ക് മാറ്റം വരും. കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരും. ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ ഇത് വീണ്ടും ജനനവും നടന്നിട്ടില്ല. ശ്രദ്ധിച്ചോടെ. ഹല്ലേലൂയ. ഞാൻ ഈ കുഞ്ഞുങ്ങളെ ചർച്ചിലെ സഹോദരിമാരൊക്കെ പ്രസവിച്ചത് ഞാൻ കണ്ടുകൊണ്ട് പോകും. അപ്പൊ അവിടെ ചെന്ന് ഈ കുഞ്ഞിനെ കണ്ടൊന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ അപ്പനും അമ്മയൊക്കെ അടുത്ത് നിർത്തിയിട്ട് ഞാൻ പറയുന്നൊരു വാക്കുണ്ട്. ഈ പെൺകുഞ്ഞിനെ കിട്ടിയപ്പോൾ, ഈ ആൺകുട്ടിയെ കിട്ടിയപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആദ്യം വന്ന ചിന്ത, ഒരു പെൺകുഞ്ഞിനെ കിട്ടുമ്പോൾ ആദ്യം വരുന്ന ചിന്ത അവളെ വളർത്തുന്നതും അവളെ പഠിപ്പിക്കുന്നതും പിന്നെ കെട്ടിക്കുന്നതുപരമായിട്ടുള്ള ചിന്തയാണ്. ഒരാൺകുട്ടിയെ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാം, പെൺകുട്ടികളാണ് കൂടുതൽ ചിന്തിക്കാം. പക്ഷെ ഞാനിങ്ങനെ പറയാറുണ്ട്, നിങ്ങളെ ചിന്തിച്ചു നോക്കാം, ജഡത്തിൽ നിന്ന് ജനിച്ച ഒരു കുഞ്ഞിനെയാണ് എനിക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞ് ജനിച്ചത് ആദാമ്യ പ്രകൃതിയില്ല.
ജഡത്തിൽ ജനിച്ച കുഞ്ഞാണ്. ഈ കുഞ്ഞിന്റെ വളർച്ചയിൽ ഈ കുഞ്ഞിനെ വീണ്ടിച്ചേരണമെന്ന പ്രക്രിയയിലേക്ക് നയിക്കാൻ, ഈ കുഞ്ഞിനെ ദൈവവചനത്തിന്റെ കൽപ്പനാനുസരണത്തിലേക്ക് നയിക്കാനും ഉള്ള ഒരു ഉത്തരവാദിത്വമാണ് ദൈവം വരവേൽപ്പിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാക്കുന്നു? ഹല്ലേലൂയ. ഈ ഒരു ഉത്തരവാദിത്വം എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉന്നത വിദ്യാഭ്യാസമുള്ളവരാകും. എത്രത്തോളം ലോകപരമായി ഉന്നതങ്ങളിൽ അവർ ഉയരാൻ പറ്റും അത്രത്തോളം ഉയരട്ടെ. ദാനിയേലിനെ പോലെയോ യോസഫിനെ പോലെയോ ഉയരട്ടെ. അതൊക്കെ നമ്മൾ ആഗ്രഹിക്കും, നടന്നോട്ടെ. പക്ഷെ അതിലെല്ലാം അവര് പടിപടിയായി ആത്മീയ ജീവിതത്തിൽ വളരണം എന്നൊരു താല്പര്യം നമുക്കുണ്ടാകും. ഹല്ലേലൂയ. അതിനുള്ള ഒരു പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാകും. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ക്രമം കെട്ട് നടക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തുടങ്ങും. ഒരിക്കൽ ഞങ്ങളുടെ മാതൃസഭ ന്യൂഡിയച്ചത്തോട് ബീച്ചോടിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തദാസൻ വന്നിരിക്കുകയാണ്. അദ്ദേഹം പ്രസംഗിക്കാൻ നിങ്ങളത് ഇങ്ങനെയൊക്കെ പൂറ്റി ഇങ്ങനെ ഇങ്ങനെ കാര്യമായിട്ടൊന്നില്ല, ഇങ്ങനെയെന്നാ പ്രസംഗം. അതേപോലത്തെ ചെരുപ്പ് കിട്ടാൻ ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ പുള്ളിയുമായിട്ട് ഒരു അല്പസമയം നിലവിളിച്ചു. എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാന് ഒരു ഭക്തിയുള്ള മാതാവിന്റെ മകനായിരുന്നു. ഞാൻ പലപ്പോഴും കൂടെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമായിരുന്നു. പക്ഷേ പലപ്പോഴും ദൈവത്തിന് ഞാൻ കീഴടങ്ങിയില്ല. എന്റെ മാതാവ് ഒത്തിരി കടന്നിലൊഴുക്കി, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ എന്റെ രഹസ്യ ജീവിതത്തിൽ പാപം ചെയ്യുന്ന വ്യക്തിയായി. മറ്റുള്ളവരുടെ മുമ്പിൽ കൊടുക്കുക ഒരു തെറ്റ് പറയാനില്ല. പക്ഷേ രഹസ്യ ജീവിതത്തിൽ പാപം ചെയ്യും. പക്ഷെ അതിൽ നിന്ന് പിന്തിരിയുവാൻ വേണ്ടി ആത്മാവ് ഇടപെട്ടിട്ടും അതിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ വന്നപ്പോൾ കർത്താവിനൊരു ബാലശിക്ഷ കൊടുക്കരുത്. ബാലശിക്ഷ കൊടുക്കുമോ ദൈവം? ബാലശിക്ഷ ലഭിക്കുന്നെങ്കിൽ ദൈവസ്നേഹത്തിന്റെ പ്രദർശനമായിട്ട് തിരിച്ചറിഞ്ഞു. സ്നേഹിക്കുന്നവരെ മാത്രമേ ബാലശിക്ഷ കൊടുക്കൂ. ആ ബാലശിക്ഷ കൊടുക്കുന്നത് ലഭിക്കുന്ന വ്യക്തിക്ക് അത് കൂടുതലായി തോന്നിയാൽ, മറ്റുള്ളവർക്ക് അത് കൂടുതലായി തോന്നിയാൽ, കൊടുക്കുന്ന ദൈവത്തിന് അത് വ്യക്തമായ ഉദ്ദേശത്തോടുകൂടെ കൊടുക്കും. തന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് ബാലശിക്ഷ കൊടുക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ തല്ലുന്നത് പോലെയല്ല കേട്ടോ. നമുക്ക് ദേഷ്യം വരുന്നവരൊക്കെ ചിലപ്പോൾ തന്നെ വടി ഒടിയുന്നത് വരുന്നു. ചിലപ്പോ കൈ കിട്ടുന്ന ചെരുപ്പെടുത്തറി, ചിലപ്പോ അറിയാതെ കൈയെടുത്ത് ചിലപ്പോൾ അടി കൊടുക്കും. കുഞ്ഞുങ്ങളൊക്കെ തല്ലണം കേട്ടോ, തല്ലണം. പക്ഷെ തലക്കടിക്കരുത്. കണ്ടതും ആകെ ആയിട്ടുള്ള വസ്തുക്കൾ എടുത്തൊന്നും അടിക്കരുത്. മുട്ടിന് താഴെ, കയ്യേലോ മുട്ടിന് താഴെയൊക്കെ തെറ്റ് പറഞ്ഞ് ബോധ്യമാക്കി അടിച്ചോ. അത് പൊട്ടിപ്പോകത്തക്കണം അടിക്കണം എന്നും അവർക്കത് ബോധ്യമുണ്ടാകും. എത്ര പേർക്ക് മനസ്സിലാക്കുന്നു? ശിക്ഷിക്കാതെ വിടുന്ന മക്കൾ മാതാപിതാക്കൾക്ക് തലവേദനയാക്കണം. പക്ഷെ ശിക്ഷണത്തിൽ അവരെ വളർത്തിയെടുക്കണം എന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ പെർഫോമൻസിനേക്കാൾ അവരുടെ ക്യാരക്ടർ നിങ്ങൾ കണ്ടോ. സ്വഭാവ രൂപീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് തിരിച്ചറിയുന്നവർക്കായിട്ട് എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ഞാൻ അതിന്റെ ആളുകളിലേക്ക് ഇറങ്ങുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുന്ന ആത്മീക സത്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്. ഞാൻ ചിന്ത പറ്റിയത്, എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. മോർച്ചറി കൊണ്ടുപോയിട്ടു എന്റെ ഉപ്പൂറ്റി തകർന്നു. പക്ഷെ ആ മോർച്ചറി കിടന്നാൽ ഞാൻ കർത്താവിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ എന്തെങ്കിലും കുരുത്തക്കേട് ഞാൻ ചിന്തിക്കുമ്പോൾ തന്നെ ഉപ്പൂറ്റി വേദനിക്കും.
അപ്പോൾ തന്നെ മുടി ക്രമീകരണം പ്രാപിക്കും. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ, 2 കണ്ണുള്ളവരായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായിട്ട് സ്വർഗത്തിൽ പോകുന്നത്, 2 കൈയുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കൈയനായി പോകുന്നത്. ഈ കർത്താവിനോട് കൂടെ നടക്കാൻ വേർതിരിയപ്പെട്ടവർ ആ ദൈവശബ്ദം കേട്ട് അവന്റെ വഴികൾ തന്നെ നടന്നു കേട്ടോ. ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ ചിലപ്പോൾ ഒരു മാനസികക്ക് തരേണ്ടി വരും. എന്താ കാരണം? നിങ്ങളിവിടെ ഒരു വലിയ ബിസിനസ്സുകാരനായിട്ടോ ഒരു വലിയ കൊടീശ്വരനായിട്ടോ, നമ്മുടെ ചില പാസ്റ്റർമാര് പറയുന്ന പോലെ നിങ്ങൾ MLA യോ MP യോ മുഖ്യമന്ത്രി ആയിട്ടൊന്നും ജീവിക്കാനല്ല നമ്മൾ വിളിച്ചത്. അതിനെല്ലാം അപ്പുറമായി നിത്യകാലം മുഴുവൻ കർത്താവിനോട് കൂടെ ജീവിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളാണ് നമ്മൾ. ആ ഒരു മോക്ഷത നമുക്കുണ്ടാകണം. ആ മോക്ഷത തെറ്റുമ്പോൾ കർത്താവ് നമ്മളൊന്ന് തൊട്ടെന്ന് വരും. ഇവിടെ ആലോചിച്ച് നോക്കിയേ, ഈ അപ്പോസ്തലനായ പൗലോസിന് ജഡത്തിന് ഒരു ശുദ്ധം കൊടുത്തില്ലേ? അതെന്തിനു വേണ്ടി കൊടുത്തത്? ദൈവത്തെ മറക്കാതിരിക്കുക, കുറച്ചും കൂടെ പറഞ്ഞാൽ നിഗളിച്ചു പോകാതിരിക്കുക. പൗലോസിന്റെ സ്ട്രക്ചറിൽ നിഗളമുണ്ടെന്ന് ആർക്ക് മനസ്സിലായി? പൗലോസിന്റെ പ്രസംഗം കേൾക്കുന്നവർക്കോ പഠിപ്പീര് കേൾക്കുന്നവർക്കോ ശുശ്രൂഷ അനുഭവിക്കുന്നവർക്കോ അത് പിടികിട്ടുന്നില്ല. അവർക്ക് ദൈവത്തിന്റെ അഭിഷക്തത, ഭയങ്കര ദൈവശക്തിയുടെ ഫ്ലോ ചെയ്ത് വചനത്തിന്റെ അഗാധമായ വെളിപ്പാടുകളില്ല. അവർക്കൊരു ദൈവദൂതനെ പോലെ. പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ നോക്കിയപ്പോൾ ദൂതന്മാരിലും കുറവ് കാണുന്നവരാ ദൈവം. സ്വർഗം പോലും നിർമ്മലമില്ല. ദൈവത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ പൗലോസിന് നാളെ നിക്കളം പോലെ സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ തന്റെ ദാസൻ നിക്കളിച്ച് നരകത്തിൽ പോകുന്നതിനേക്കാൾ അദ്ദേഹത്തിനോട് ജഡത്തെ ശൂലം കൊടുത്ത് അദ്ദേഹത്തെ ബാലൻസ് ചെയ്യുന്നവരാണ് ദൈവം. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാനാണ്? അതിന്റെ അർത്ഥമുണ്ട്. കർത്താവിന് പ്രാധാന്യം, കർത്താവിന് താല്പര്യം. നിങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്നതോ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതോ UN-യുടെ ജനശക്തി ആകുന്നതോ അല്ല. കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ അതിനപ്പുറമായിട്ടുള്ള കാര്യമോ തെറ്റൊന്നുമില്ല കേട്ടോ. നന്നായി പഠിക്കണം, കുഴപ്പമില്ല, നന്നായി പഠിക്കണം. പക്ഷേ അതല്ല പ്രധാനം. കർത്താവ് നിങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി മുടക്കിയത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ഹല്ലേലൂയ. പൊന്ന വെള്ളി അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കമായി കുഞ്ഞാടിന്റെ രക്തത്താൽ ദൈവം നമ്മളെ വീണ്ടെടുത്തു. Without shedding of blood there is no remission. രക്തം ചൊരിഞ്ഞല്ലാതെ വിമോചനമില്ല. കൽപ്പന ലംഘനത്താൽ ആദാമിലേക്ക് പ്രവേശിച്ച പാപം. ഈ പാപം എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ വാക്യം എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ഇറ്റ്? പറഞ്ഞു പറഞ്ഞേ. ഞാൻ പറഞ്ഞെന്താ പറഞ്ഞേ? കൽപ്പന ലംഘനം. വാട്ട് ഈസ് ഇറ്റ്? എന്താ പാപം? പാപം എന്ന് പറഞ്ഞ കൽപ്പന ലംഘനമാണ്. കൽപ്പന ലംഘനത്താൽ പാപത്തെ കുറിച്ച് വളരെ ലളിതമായ ഒരു നിർവചനം യോഹന്നാന്റെ ലേഖനത്തിൽ കാണാം. പാപം അധർമ്മമാണ്. പാപം എന്ന് പറയുന്നത് അധർമ്മം. അധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മമല്ലാത്ത. ഇംഗ്ലീഷിൽ പറയുന്നത് സിൻ ഈസ് ലോലെസ്നെസ് എന്നാണ്. അതായത് കൽപ്പന ലംഘനമാണ്. അപ്പൊ കൽപ്പന ലംഘനത്താൽ പാപം ആരിൽ പ്രവേശിച്ചോളെ? ആദാമിൽ. അത് നേരെ ചെന്നാൽ കുടിയേറിയത് ആദാമിന്റെ ബ്ലഡിലേക്കാണ്. ആദാമിന്റെ ബ്ലഡിൽ നിന്നാണ് നമ്മളെല്ലാം പുറത്തു വന്നത്. നിങ്ങളെല്ലാവരുടെ കൂടെ ഉണ്ടോ? ശ്രദ്ധിച്ച്, ഈ ഭൂമിയിൽ ഇന്ന് 820 കോടി ജനങ്ങൾ എന്ന് പറയുന്നത് അല്ലേ?
എടുപ്പുകണ്ടതിനായി ഏകദേശം 195 രാജ്യങ്ങൾക്ക് മുകളിൽ 200 രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിൽ വസിക്കുന്ന എല്ലാ മനുഷ്യരും ഭാഷ വ്യത്യാസമുണ്ട്, സംസ്കാര വ്യത്യാസമുണ്ട്, അവൻ എല്ലാത്തിനും വൈവിധ്യതകളുണ്ട്. വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, അല്പ റെഡിഷ് കളറുള്ളവരുണ്ട്, മഞ്ഞ കളറുള്ളവരുണ്ട്, മൂക്ക് പതിഞ്ഞവരുണ്ട്, അല്ലെ? അങ്ങനെ വ്യത്യസ്തമായ ആകാരവടിവുകളുള്ള മനുഷ്യർ. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്ന സത്യം അപ്പോസ്തല പ്രവൃത്തി 17:26 വായിച്ചേ വേഗത്തിൽ. Acts chapter 17:26. ബൈബിൾ പ്രഖ്യാപനം, ഭൂതലത്തിലൊക്കെ കുടിയിരിപ്പാൻ അവൻ ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവനുള്ളവാക്കി. നിങ്ങളെല്ലാം അവരുടെ കൂടെ ഉണ്ടോ? അതിലെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴെങ്കിലും കാണുന്നു, God made, created every man out of one blood. ഒരു രക്തത്തിൽ നിന്ന് സകല മനുഷ്യരെ ഉളവാക്കിയിരിക്കുന്നു. ഇത് പറയുന്ന ഏക പുസ്തകം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധ ബൈബിളാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവമെന്ന് ഇന്ത്യക്കാരെന്നോ പാകിസ്ഥാനിയെന്നോ ചൈനക്കാരെന്നോ ആഫ്രിക്കക്കാരനെന്നോ അമേരിക്കക്കാരനെന്നോ യുകെക്കാരനെന്നോ ഒരു വ്യത്യാസമില്ല. കാരണം വീട്ടിൽ ചെന്ന് പ്രാപിച്ച ദൈവമക്കൾക്ക് ആ ജാതീയ മത രാഷ്ട്രീയ ദേശീയ വൈവിധ്യങ്ങളില്ല. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? അതാണ് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആഴത്തിലൊന്ന് മനസ്സിലാക്കിക്കേ. അതിന്റെ ആഴങ്ങളെ കൊണ്ട് ചുരുച്ചത് കേട്ടോ. സ്തോത്രം. അപ്പോൾ ഇത് ഒരു കാര്യം കൂടെ കർത്തദാസന്മാരോടുള്ള ബന്ധത്തിൽ കൂടെ ഞാൻ പറയട്ടെ. ഈ ആത്മപൂർണരായി സഞ്ചരിക്കുന്ന കർത്തദാസന്മാർ ഒരു വേദിയിൽ പ്രസംഗിക്കുന്നതല്ല മറ്റൊരു വേദിയിൽ പ്രസംഗിക്കുന്നത്, ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതല്ല മറ്റൊരു കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത്. കാലഘട്ടത്തിന്റെ ആ എന്താണ് പടക്കത്തിൽ പഴയ നമ്മുടെ പിതാക്കന്മാരിൽ വ്യാപരിച്ച ദൈവകൃപ ചോർന്നു വരുമ്പോൾ പ്രസംഗകര് മുഴുവൻ സീസൺ, ഒരു സീസണിൽ പ്രസംഗം ഉണ്ടാക്കുന്നു. ആ പ്രസംഗങ്ങൾ പല സ്ഥലങ്ങളിലെ പറയുക. ഇവിടെ വന്നിട്ട് പറയും, ഇപ്പോൾ ആത്മാവിനോട് ഇടപെട്ടെന്ന് പറയുന്നു. അത് തന്നെ ഇന്നലെ മറ്റൊരു സ്ഥലത്ത് ആ ഒരു വള്ളിപ്പുള്ളി വിസർഗം കൂടാതെ പ്രസംഗിച്ചിരുന്നതാണ്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ആത്മാവിൽ ചലിക്കാത്തതുകൊണ്ട്. നിങ്ങൾ പത്രോസിന്റെയും പൗലോസിന്റെയും ഒക്കെ പ്രഭാഷണം ഒന്ന് കേട്ടു നോക്ക്. ആ പ്രഭാഷണങ്ങളിൽ ദൈവവചനമാ വരുന്നതെങ്കിലും ആ പ്രഭാഷണങ്ങളിൽ വിലയേറിയ വെളിപ്പാടുകളുടെ സ്തോത്രം വെളിപ്പാടുകൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഈ 17-ാം അധ്യായം ഏദൻസിൽ പ്രസംഗിച്ചതാണ്. ഏദൻസ് എന്ന് പറയുന്നത് മസ്തിഷ്ക മല്ലന്മാരുടെ ദേശമാണ്, ബുദ്ധിരാക്ഷസന്മാരുടെ ദേശമാണ്. അരയോപക കുന്ന് എന്ന് പറയുന്നത് ഒരു താത്വികമായ ചർച്ചകൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഫിലോസഫേഴ്സ് കൂടി വരുന്ന, അതിന്റെ ആശയങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് വന്ന് പൗലോസ് നിന്നപ്പോൾ ആത്മാവിൽ ദൈവത്തിന്റെ ജ്ഞാനം പ്രസംഗിക്കുന്നത്. പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ ദൈവത്തിന്റെ ജ്ഞാനമാണ് പ്രസ്താവിക്കുന്നത്. ഈ ലോകത്തിലെ മനുഷ്യന്റെ ജ്ഞാനമല്ല, ഞങ്ങൾ ദൈവത്തിന്റെ ജ്ഞാനമാണ് പ്രസ്താവിക്കുന്നത്. അത് ഈ ലോകത്തിലെ മനുഷ്യർക്ക് മനസ്സിലാക്കില്ല. വ്യക്തമുള്ള മനുഷ്യൻ അത് പ്രസംഗിക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. ആ ഏജൻസി അല്ലെങ്കിൽ യവനയ സാമ്രാജ്യത്തിൽ മനുഷ്യരെ 2 തട്ടിലാണ് കാണുന്നത്. ഒന്ന് ജ്ഞാനികൾ, 2 അജ്ഞാനികൾ. സ്തോത്രം. ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ നമുക്കറിയാം, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അതിന് താഴെയുള്ളവരാരും മനുഷ്യരെയല്ല. അവരെങ്ങനെ ഉണ്ടാക്കിയെന്ന് പോലും അവർക്ക് അറിയില്ല. സ്തോത്രം. അങ്ങനെ പല തട്ടുകളെ കാണുമ്പോൾ പൗലോസ് ആത്മപൂർണനായിട്ട് വിളിച്ചു പറയുന്നു, എല്ലാ മനുഷ്യരെ
ഒരു രക്തത്തിൽ നിന്നാണ് ദൈവം ഉളവാക്കിയത് എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിൽ പിശാച് മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിച്ച് ഉണ്ടാക്കി വച്ചിരിക്കുന്ന പൈശാചിക സിദ്ധാന്തങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് വചന വെളിപ്പാടിനാൽ ഖണ്ഡിക്കുന്ന ആത്മപ്രഭാഷണം വെളിപ്പെടുകയാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയും? ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്! പ്രൈസ് ദി ലോർഡ്! ഈ രക്തത്തിൽ കലർന്ന പാപം നമ്മുടെ അകത്തെല്ലാം ഉണ്ട്. ഈ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ പാപരഹിതമായ രക്തം ചൊരിയപ്പെടണം അല്ലേ? നമുക്കറിയാം. അതുകൊണ്ട് യേശു കർത്താവ് കന്യകയുടെ ഗർഭപാത്രത്തിലൂടെ വചനം ജഡമായി തീർന്നത്. ജോസഫിന്റെ രക്തത്തിൽ നിന്നല്ല, ജോസഫിന്റെ ബീജത്തിൽ നിന്നല്ല, ആബേൽ സ്തോത്രം മറിയയുടെ അണ്ടത്തിൽ നിന്നുമല്ല. വേർഡ് became flesh. വചനം ജഡമായി തീർന്നു. എത്ര പേർക്ക് മനസ്സിലായി? അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഗോസ്പലിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് 2 തിമോത്തി chapter 2 verse 8, 2 തിമോത്തിയോസ് 2:ന്റെ 8 വാക്യം അവിടെ പറയുക. നിങ്ങൾക്ക് വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. 2:8 എടുത്തവർക്ക് വേഗത്തിൽ വായിച്ചു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളു, യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുകയും അതാകുന്നു എന്റെ സുവിശേഷം. കണ്ടോ? ഗോസ്പൽ. വാട്ട് ഈസ് ഗോസ്പൽ? എന്താണ് സുവിശേഷം? ഈ സുവിശേഷം മറ്റുള്ളവരോട് പ്രസംഗിക്കാനാണ് നാം വിളിക്കപ്പെട്ടത്. ഈ സുവിശേഷം ആണ് മനുഷ്യരെ രക്ഷിക്കുന്നത്. എന്താണ് സുവിശേഷം? സുവിശേഷം പറയുമ്പോൾ അവിടെ പറയാം ദാവീദിന്റെ സന്തതിയായി ജനിച്ചവൻ. കണ്ടോ? യേശുവിന്റെ ജനനത്തിന് പ്രാധാന്യമുണ്ട്. യേശുവിന്റെ മരണം, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇങ്ങനെ ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് നാം സുവിശേഷം എന്ന് പറയുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരു പാപരഹിതമായ ഈ ജനനത്തിന്റെ സാധ്യത വരികയാണ്. അങ്ങനെ കർത്താവ് കാലസമ്പൂർണ്ണതയിൽ കന്യകയുടെ ഗർഭപാത്രത്തിലൂടെ ഈ ഭൂമിയിലേക്ക് ജനിച്ചതല്ലേ? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അങ്ങനെ ജനിച്ച ഒരുവനെ ഉള്ള കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച്. സ്വാമി വിവേകാനന്ദൻ അങ്ങനെയല്ല, തട്ടമ്പി സ്വാമി അങ്ങനെയല്ല, ഗുരുനാനാക്ക് അങ്ങനെയല്ല, മുഖമദനമേ അങ്ങനെയല്ല. ലോകത്തിലെ ഒരു മതഗുരുക്കന്മാർ അങ്ങനെ ധരിച്ചിട്ടില്ല. ഒരേ ഒരുവനെ ധരിച്ചിട്ടുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. അത് കർത്താവായ യേശുവാണ്. സഭയ്ക്കകത്ത് പ്രസംഗിക്കുന്നത് പോലെ തെരുവുകൾ തോറും ഞാൻ 40 വർഷമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നിസ്തുലതയെ കുറിച്ച് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. അത് നമ്മുടെ കർത്താവായ യേശു മാത്രമാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാ ഭൂമി ധരിച്ചത്? ഈ പാപരഹിതമായ രക്തം നമുക്ക് വേണ്ടി നൽകാൻ. ഈ രക്തത്താലാണ് നമ്മുടെ വീണ്ടെടുത്തത് കേട്ടോ. അതിന്റെ ബല ഈ ലോകത്തിന് ഒരു പൊന്നും ഒരു വെള്ളിയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഡോളറുമായിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഭൂമി മുഴുവൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തും പ്രയോജനം? ഭൂമിയേക്കാൾ വിലപ്പെട്ടതാണ് മനുഷ്യന്റെ ആത്മാവ്. അതിന്റെ വീണ്ടെടുപ്പിനായി കർത്താവായ യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി തന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്. ആ രക്തത്തെ നമ്മൾ വീണ്ടെടുത്തു. ഇനി ഒരു കാര്യം കൂടി പറയാം കേട്ടോ. എഫേസ്യ ലേഖനം 2:1 വായിച്ച്. Ephesians chapter 2 verse 1. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ശ്രദ്ധിച്ചേ മോനെ, ഈ രക്തസ്രാവക്കാരത്തെ സൗഖ്യം പ്രാപിച്ചത് തന്നെയാണ്. യേശു ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അതാ ഉത്തരം. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീയിലേക്ക് ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു.
ശക്തി പുറപ്പെടാൻ കഴിയുന്ന ഏത് മുഖാന്തരത്തിലൂടെ ശക്തി പുറപ്പെടുന്നത്? വിശ്വാസത്തെ തൊട്ടപ്പെടാം അല്ലേ? രീതിയോ വിശ്വാസത്തെ തൊട്ടപ്പോൾ ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെടും. 12 വർഷമായ രോഗം വിട്ടുമാറി. എത്ര പേർക്ക് മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ ശക്തി പുറപ്പെട്ടാൽ 12 വർഷമായ രോഗമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഒരു 18 വർഷമായിട്ട് എല്ലാ ശബത്തിലും ഒരു സ്ത്രീ ഇങ്ങനെ വരുന്ന കൂടിയായിട്ട് 18 വർഷമാണ്. 12 ദിവസം 18 വർഷമായിട്ട് കൂടിയാണ്. പക്ഷെ അവിടെ ഇങ്ങനെ പ്രാർത്ഥനാലയത്തിൽ വരും, സിനഗോഗില്. 18ാം വർഷമാണ് കർത്താവായ യേശുവോട് വെളിപ്പെടുന്നത്. ഈ 18ാമത്തെ വർഷം അവിടെ കൂലി വിട്ടു മാറി. അവിടെ നിവർന്നു ദൈവത്തെ സ്തുതിക്കാനിടയാണ്. 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീയിലേക്ക് പുറപ്പെട്ട ശക്തി പോരാ ഈ 18 വർഷത്തെ കാര്യം ചെയ്യാൻ അല്ലേ? ഒരല്പം കൂടെ കൂടുതൽ ശക്തി ഉണ്ടാവുന്നു. ശരിയാണോ? ഇനി ഒന്ന് ശ്രദ്ധിച്ച 32 വർഷമായിട്ട് ഒരുത്തൻ കുളക്കണവി കിടക്കുക. കർത്താവ് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കുകയാണെന്ന് നമ്മൾ നമ്മളെ ഇറങ്ങിയൊന്നും മണ്ടത്തിൽ. പക്ഷെ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞപ്പോൾ ഇവന്റെ ഉള്ളിൽ നിന്നൊരു വിശ്വാസത്തിന്റെ ഒരു ചലനം ഉണ്ടായി. അവൻ അറിയാതെ ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ, പുറം ശരീരം വിലകിനോ, ഉള്ളിന്റെ ഉള്ളിൽ എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തി. ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി അവന്റെ ആരംഭിച്ചപ്പോൾ ദൈവശക്തി വ്യാപരിച്ചു. 38 വർഷമായവൻ ചാടി എഴുന്നേറ്റ് കിടക്കയിൽ ചുമന്നുകൊണ്ട് നടക്കുക. എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങൾ ശ്രദ്ധിച്ച്, 12 വർഷമായ 18 വർഷമായ വ്യക്തിയിൽ വ്യാപരിച്ച ശക്തി പോരാ, 38 വർഷമായവന് പുറത്തുകൊണ്ടില്ല. മനസ്സിലായി? സ്തോത്രം. ഇനി ഒന്ന് ശ്രദ്ധിച്ച, നൈന വിധവയുടെ മകൻ, യായിലോസിന്റെ മകൻ, 4 ദിവസമായി നാറ്റം വമിക്കുന്ന കല്ലറയിൽ കിടക്കുന്ന മൃതശരീരം, ലാസറേ പുറത്തു വാ. പുറത്തു വന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീയിൽ വ്യാപരിച്ച ശക്തി പോരാ, മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ ജീവനിലേക്ക് കൊണ്ടുവരാൻ. ശക്തിയുടെ അളവിനെ വർദ്ധിക്കുക. ഡോക്ടർ മുരളീധരൻ ഒരിക്കൽ ഞങ്ങളുടെ ക്ഷണപ്രകാരം ഞങ്ങളുടെ ഒരു മീറ്റിംഗിൽ കടന്നു. ഇപ്പൊ ഞാൻ WCP പ്രസ്ഥാനത്തിന് പ്രസിഡന്റായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു. ഡോക്ടർ മുരളീധരൻ പറഞ്ഞൊരു വാക്യം എന്നെ ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ഭൂമിയിൽ നിന്ന് ഒരു റോക്കറ്റ് ശൂന്യാകാശത്തേക്ക് വിക്ഷേപിക്കുവാൻ ചെലുത്തേണ്ടി വരുന്ന ശക്തിയുടെ 10 മടങ്ങ് ശക്തി വേണം മരിച്ച ഒരു മനുഷ്യരെ ജീവനിലേക്ക് കൊണ്ടുവരാൻ. ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അത് പിടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ശക്തി നയിച്ചു നോക്കി. ഈ ശക്തി അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക, ആ ശക്തി അവിടെ പകരുക, ആ ശക്തിയാലാണ് പുറത്തു വരുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ശ്രദ്ധിച്ചേ, ഫിസിക്കലായിട്ട് മരിക്കുന്ന മനുഷ്യനെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ എത്രത്തോളം ശക്തി ഉപയോഗിക്കണോ അതിന്റെ 100 മടങ്ങ് ശക്തി വേണം പാപത്തിലും അതിക്രമങ്ങളും മരിച്ചു കിടക്കുന്ന മനുഷ്യരെ പുതിയ ശക്തിയാക്കി മാറ്റാൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്! പ്രൈസ് ദി ലോർഡ്! പ്രൈസ് ദി ലോർഡ്! അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച്, എന്നെ നിങ്ങളെ വീണ്ടും ചലിപ്പിക്കാം. എന്നെ നിങ്ങളെ അകത്തു വ്യാപരിച്ച ശക്തി ഒരു സാധാരണ ശക്തിയല്ല, നിസ്സാരമായ ഒരു ശക്തിയല്ല, അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു ശക്തിയാണ്. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുമ്പോൾ ദൈവവചനത്താലും ആത്മാവിനാലും നിങ്ങളുടെ അകത്തേക്ക് വരുന്നത് ഈ ശക്തിയാൽ നിങ്ങളെ വീണ്ടും ചലിപ്പിച്ചത് ഇവിടെ അവൻ കഞ്ഞിയും കറിയും വെച്ച് ജീവിക്കാനല്ല, പൈശാചിക മണ്ഡലത്തിനുമേൽ വാഴുവാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചത്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ! ക്രിസ്തുവിന് പകരം സ്ഥാനാപതിയായി കർത്താവിന്റെ മഹത്വം ദേശത്ത് വെളിപ്പെടുത്ത
ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയ്ക്ക് വലിയ അളവ് കൂടാത്ത ശക്തി മോനെ ബെൻസ നിന്റെ ഉള്ളിൽ പകർന്ന് നിന്നെ വീണ്ടും ജനിപ്പിച്ച ദൈവം നിന്നെ തള്ളികളയോ? നമ്മള് ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിന് ഏറ്റവും കൂടുതൽ നമ്മൾ സംരക്ഷിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, കർത്താവായ യേശുവിന്റെ രക്തത്താൽ ദൈവശക്തിയാൽ വീണ്ടും ജനിപ്പിച്ച ദൈവമേ, എന്നെ നിങ്ങളെ കൈവിടാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയത്തില്ല. ഒരു ശക്തിക്കും കഴിയില്ല. വിശ്വസിക്കുന്നവന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ആമേൻ. ഒരു ശക്തിക്കും കഴിയില്ല. ഭയങ്കരമാണ്. ഹോളി സ്പിരിറ്റിന്റെ മാനിഫെസ്റ്റേഷൻ ഒക്കെ ഒത്തിരി ഞാൻ കണ്ടുകൊണ്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എനിക്കറിയാം, ഒരിക്കലും പരസ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് അദ്ദേഹം ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചു. നിബിൻ സെബാസ്റ്റ്യൻ അറിയാൻ പറ്റുമായിരിക്കും, ഒരു കോൺട്രാക്ടർ ജോർജിയ. അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ വേണ്ടി അവസരം കൊടുത്തു. പ്രസംഗം തുടങ്ങിയപ്പോൾ തൊട്ട് ഫ്രണ്ടിന്റെ വീട്ടിൽ മൈക്രോഫോൺ അവിടെ ടാപ്പ് റെക്കോർഡ് വെച്ച വലിയ ശബ്ദത്തിൽ പാട്ട് വെച്ചു. ഞങ്ങളുടെ ഈ പെൻസിൽ ബാറ്ററി ഉപയോഗിക്കുന്ന ആ കാലഘട്ടമല്ലേ, ചെറിയ മെഗാഫോൺ. നമ്മുടെ ശബ്ദമൊന്നും അവിടെ കേൾക്കുന്നതില്ല. ഇദ്ദേഹം 1-2 പ്രാവശ്യം എന്തെങ്കിലും നോക്കി. ഞാൻ പറഞ്ഞു നിർത്താന്ന് കേട്ടോ, നിർത്താന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മൈക്രോഫോണിൽ ഇതിന്റെ ആ മൈക്രോഫോൺ കയ്യിലെടുക്കലും പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് നിർത്തരുത്, കണ്ടിന്യൂ ചെയ്യാം. ഒരു പ്രത്യേക അധികാരം വരിക. ഞാൻ പെട്ടെന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞു, ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി തെരുവിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ നിന്റെ വീട്ടിലെ ടാപ്പ് റെക്കോർഡ് ഓൺ ചെയ്ത് ഈ പ്രസംഗത്തെ നീ തടസ്സപ്പെടുത്തിയ ദൈവം നിന്നെ സന്തോഷിച്ചു. ഒറ്റ വാക്കവൻ ഇതവിടെ പറഞ്ഞു. ശബ്ദം പോയി. ടാപ്പ് റെക്കോർഡ് അടിച്ചു പോയതാണോ അത് നിർത്തിയതാണോ എനിക്കറിയില്ല. 1 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചു കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളിരിക്കുന്ന പോലെ എന്റെ ഒരു റോഡിനപ്പുറം ഒരു കലങ്കൻ, ഒരു 4 ചെറുപ്പക്കാർ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ, അവർ 4 പേരും ഇങ്ങനെ പ്രസംഗം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പ്രസംഗം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ അടുത്തേക്ക് വരുമ്പോഴേ ഈ പൂച്ചയെ കാണുന്ന എലി ഇങ്ങനെ എഴുതി അത് കേളെ പരിഗണനൊക്കെ പറയില്ലേ, അതുപോലെ ഇവരിങ്ങനെ പുറകിലേക്ക് പതുക്കെ ഇങ്ങനെ മാറുക. ഞാൻ അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പോലെ സാധാരണ മനുഷ്യരാണ്. പക്ഷെ ഈ വചനം പ്രസംഗിക്കുമ്പോൾ അസാധാരണമായ ഒരു ശക്തി അതാണ് ഇവിടെ വെളിപ്പെട്ടത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഈ ശക്തിയുടെ മാനിഫെസ്റ്റേഷൻ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ചില സന്ദർഭങ്ങളിൽ ആത്മാവ് വലിയ ദൂതുകൾ നമ്മളെ ഏൽപ്പിക്കും. അത് ചിലപ്പോൾ തെരുവിലായിരിക്കാം, സഭയ്ക്കകത്തായിരിക്കാം. ആ ശക്തിയെ നമ്മൾ പറയുമ്പോൾ അതിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ച്, യഥാർത്ഥമായി വീട്ടിച്ചെന്ന് പ്രാപിക്കുന്ന ഒരു ദൈവവചനത്തിന് 4 പ്രത്യേകതകളുണ്ടാകും. നിങ്ങളെ തന്നെ പരിശോധിക്കുക. വീട്ടിൽ തന്നെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ യേശുവിന്റെ രക്ഷിതാവിനെ സ്വീകരിക്കണം. വീട്ടിൽ തന്നെ പ്രാപിക്കാതെ സ്നാനപ്പെട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ സ്നാനപ്പെടണം കേട്ടോ. സ്വപ്നം സ്നാനം ഒന്നേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥമായി വീട്ടിൽ തന്നെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ രക്ഷനഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. യുഡിയച്ചത്തോട് നാരകത്തോട് രജിസ്റ്ററിൽ വരണമെന്ന് പറഞ്ഞ് അവിടെ കിട്ടുന്നില്ല. അവിടെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, വീണ്ടിച്ചത്. എത്ര പേർക്ക് മനസ്സിലായി? പുതിയ സൃഷ്ടിയാകണം. വീട്ടിച്ചതിനെ പ്രാപിക്കാതെ അക്കരെ നാട്ടി പോകത്തില്ല. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? അതിന് ഗൗരവം തിരിച്ചറിഞ്ഞു കേട്ടോ. സ്തോത്രം. 4 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തത് 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ നിങ്ങൾ വായിക്കാം.
4 പ്രത്യേകം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 2. പച്ചക്കടുത്തവര് വേഗത്തിൽ പഠിച്ചു. ആദ്യ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാവരുടെയും നീക്കിക്കളഞ്ഞു ഇപ്പോൾ നിന്ന് ശിശുക്കളെ പോലെ രക്ഷിക്കായി വളരുവാൻ വചനമെന്ന മാനില്ലാത്ത പാൽ കുടിപ്പാൻ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കിയ യഥാർത്ഥമായി വീണ്ടിച്ചെന്ന് പ്രാപിച്ച ഒരു ദൈവമുണ്ട്. അമ്മയുടെ മുലപ്പാൽ കുടിക്കുവാൻ ഫിസിക്കലായി ജനിക്കുന്ന ഒരു കുഞ്ഞ് വാഞ്ചിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം കുടിക്കുവാൻ പാനം ചെയ്യാനുള്ള ഒരു വാഞ്ച നമ്മുടെ മുന്നിൽ ഉണ്ടാവും. ഉണ്ടാവുന്നുണ്ടോ? ഒരു നേരത്തെ ഭക്ഷണമില്ലെങ്കിലും ഈ പുസ്തകം വായിക്കാനുള്ള ഒരു ഭയങ്കര വാഞ്ച നിങ്ങളുടെ ഉള്ളത്തിൽ വരിക. ഞാൻ നിങ്ങളോട് പറയട്ടെ, ബൈബിൾ നിരന്തരമായി വായിക്കണം കേട്ടോ. നിരന്തരമായി വായിക്കണം. അതിലടങ്ങിയിരിക്കുന്ന വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പൂർണ്ണ ധരിച്ചിടാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായുന്ന് വരുന്ന സകലവചനമാണ്. എത്ര പേർക്ക് മനസ്സിലാവുന്നു? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. ലക്ഷക്കണക്കിന് രൂപ കടമുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. 1986 വൈപ്പിൽ പോയിട്ട് ഞാൻ കൊച്ചിയിലേക്ക് വരിക. നിങ്ങള് കേട്ടിട്ടുള്ള വർഷം NG സാങ്കുട്ടി ഉണ്ടാവും. അദ്ദേഹം കർത്താവിൽ നിൽക്കുന്നത് ആ ഒരു സമയം ഞാനിങ്ങനെ വരുന്ന സമയത്ത് കൊച്ചിയിൽ ഇന്ന് റോറോ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ അറിയാം. വാഹനങ്ങളെ കൊണ്ടുവരും കയറ്റിയാണ്. പണ്ട് ജങ്കാറുണ്ടാണ്. ആ ജങ്കാറിൽ ഞാൻ കയറി. എന്റെ ഹൃദയം മുഴുവൻ ഇങ്ങനെ കലങ്ങി മണിയാണ്. കാരണം ലക്ഷക്കണക്കിന് വെക്കണം. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത പ്രയാസം. കപ്പലൊക്കെയും കരയുന്നതും നിലവിളിക്കുന്നതും ഞാൻ കാണും. അങ്ങനെ ഞാൻ ഈ കപ്പൽ ഈ ജങ്കാറിൽ കയറി. ഓടിപ്പോകുന്ന ബോട്ടും കപ്പലും കെട്ടിടങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല പാക്റ്റായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. പെട്ടെന്ന് എന്റെ ഉള്ളിൽ ഒരു ഇന്നർ വോയിസ് എന്താ എന്നും ഉറപ്പിലാണ് ഈ ജങ്കാറി കയറി. ജങ്കാറ് വരുന്ന കപ്പൽച്ചാലന്റെ മുകളിലൂടെയാണ്. കപ്പൽച്ചാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പങ്ങൾക്ക് അതീതമായ ആഴമുണ്ടാവും. എപ്പോഴും ട്രെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, ആഴം കൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സ്ഥലമാണ്. അവിടെ ഒരാൾ വീണ് പോയാൽ പിന്നെ അദ്ദേഹത്തിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നോട് കർത്താവ് വെച്ച് എന്ത് ഉറപ്പിലാണ് ഈ ജങ്കാറിന്റെ അകത്തിലെ എന്റെ ഉള്ളിൽ മുഴങ്ങുന്ന ശബ്ദം. ഞാൻ പറഞ്ഞു, മുങ്ങിപ്പോകത്തില്ലെന്നൊരു ഉറപ്പെനിക്കുള്ളത്. കർത്താവിനോടൊരു ചോദ്യം, എടാ മനുഷ്യനിർമ്മിതമായി നിർത്തി ഈ കപ്പൽച്ചാലിന്റെ മുകളിലൂടെ മുങ്ങിപ്പോകത്തില്ല എന്ന ഉറപ്പിൽ സഞ്ചരിക്കാമെങ്കിൽ ക്രിസ്തുവിലിരിക്കുന്ന നീ മുങ്ങിപ്പോകും. ദീർഘമേറിയ 10-32 വർഷമായി ഇന്നവരെ മുങ്ങിപ്പോയിട്ടില്ല. ഇന്നവരെ മുങ്ങിപ്പോയിട്ടില്ല. മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ആ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വളരണമെങ്കിൽ വിശുദ്ധ ബൈബിളിന്റെ പോരടുകൾ തിരിച്ചു കിട്ടണം. യഹോവയുടെ വചനം രാപ്പകൽ ധ്യാനിക്കണം. അതിൽ നിന്നും പോരടുകൾ തിരിച്ചു കിട്ടി അത് ഭക്ഷിച്ച് പാനം ചെയ്ത് യാത്ര ചെയ്യണം. നിങ്ങൾ കുലുങ്ങാത്തവരായിട്ട് നിൽക്കും, പകരാത്തവരായിട്ട് നിൽക്കും. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാനാണ്? മക്കളെ ഒത്തിരി പറയാനുണ്ട്. ഒരിക്കലും ഞാൻ എന്റെ വീടിന്റെ വാതിക്കല് ശ്രദ്ധിച്ച് ഒരു നല്ല ഈ കൊടപ്പുളി, അതിനുള്ള ഒട്ടുപുളി മരം, ഒരു കാറ്റ് കഴിച്ചപ്പോഴത്തേക്ക് ഈ മരം അങ്ങോട്ട് നടുവേ പുലർന്ന് മുടിഞ്ഞ് ഞങ്ങളുടെ കെട്ടിടത്തിന് പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ
നമ്മളെ പോലെ ചിലപ്പോൾ പുറത്ത് നല്ല ഇലയുമാണ്, നല്ല ഫലമാണ്, പക്ഷെ ഉള്ളിൽ പോകാൻ ഉള്ളിൽ ഒരു കളവുമില്ല. അങ്ങനെ ഒരു കളവുമില്ലാത്തവരാണ് എന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇഷ്ടപ്പെടാത്ത വാക്കും ഇഷ്ടപ്പെടാത്ത പ്രവൃത്തിയും കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ജഡികമായി നിങ്ങൾ പ്രവർത്തിക്കുന്നെങ്കിൽ നിങ്ങളുടെ അകത്തൊന്നും ഈ ഭക്തി യഥാർത്ഥമായി ഇല്ലെന്നാണ്. നിങ്ങള് സഭയ്ക്കകത്ത് നിങ്ങൾ പാടുന്നവരാണ്, അന്യഭാഷ പറയുന്നവരാണ്, നിങ്ങൾ ശക്തമായി കൈയടിക്കുന്നവരാണ്, പക്ഷെ അകത്തൊന്നുമില്ല. അകത്ത് അല്പഭക്തി ഉണ്ടെങ്കിൽ വീഞ്ഞു കുടിച്ച് ഈ വീഞ്ഞു കുടിച്ചോണ്ടാണ് നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോഴേ നമ്മളാണെങ്കിൽ ചാടി എഴുന്നേറ്റിട്ട് ആ പുരോഹിതന്റെ 2 ചെവി പോലെ ഹലോ, നിങ്ങൾ വിചാരിക്കും ഹന്നായുടെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം മറുപടി കൊടുക്കുന്നത്. പ്രാർത്ഥന പ്ലസ് ക്യാരക്ടർ ഉണ്ട് കേട്ടോ, അത് മറക്കല്ലേ. കേവല ജൽപ്പനമായിരുന്നില്ല ഹന്നയുടെ പ്രാർത്ഥന, അധര ചർമ്മണമായിരുന്നില്ല. തന്റെ പ്രാർത്ഥന പ്ലസ് ജീവിതം, പ്രാർത്ഥന പ്ലസ് ക്യാരക്ടർ. ശ്രദ്ധിച്ച്, യഹോവയാൽ നിയമിക്കപ്പെട്ട പുരോഹിതനാണ് ഏലി എന്ന തിരിച്ചറിവ്. അദ്ദേഹത്തിന്റെ കണ്ണു മങ്ങിയിട്ടുണ്ട്, പ്രായമായതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഹൃദയത്തിന്റെ ഭാരം തിരിച്ചറിയാൻ പറ്റിയില്ല. വിവേചന ശക്തി കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പുരോഹിതനായിട്ട് പോലും ഗോഡ്സ് അപ്പോയിന്റഡ് ലീഡർ എന്ന ബോധത്തെ അവിടെ പറയുന്നത്, യജമാനനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതെ, ഭാര്യ ഭർത്താവിനെ എന്ത് ദേഷ്യമുണ്ടെങ്കിലും ഇത്ര റെസ്പെക്റ്റോടുകൂടെ സംസാരിച്ചോളൂ കേട്ടോ, ഇനി കത്തിക്കിട്ടുണ്ടോ. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും റെസ്പെക്റ്റോടെ സംസാരിച്ചോളാം, ഇല്ലെങ്കിൽ അടി കിട്ടും. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച്, അപ്പനും അമ്മയെ ബഹുമാനിക്കേണ്ടത് അവര് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കോൺട്രിബ്യൂഷന്റെ അടിസ്ഥാനത്തിലല്ല. You are born from your parents. നിങ്ങളുടെ മാതാവിനും പിതാവിനും ജനിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവര് നിങ്ങൾക്ക് തരുന്ന സ്വത്തിന്റെയോ നിങ്ങൾക്ക് തരുന്ന സ്നേഹപ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഒരു ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് ഭർത്താവ് എന്നുള്ള നിലയിലാണ്, അദ്ദേഹത്തിന്റെ സ്നേഹപ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഒരു വിശ്വാസി പാർട്ട്ണറിന് കീഴടങ്ങിയിരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് മികവിലല്ല, റെസ്പോണ്ടാണ്. ഒരു ദൈവം ഏൽപ്പിച്ച അപ്പോയിന്റഡ് ലീഡർ. എന്നോട് പഠനത്തിലെന്ന് അവിടെയാ വിളിക്കുന്നത്. എന്റെ മകനെ നീജസ്ത്രീയായിട്ട് തന്നെ ചിത്രീകരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു, അതേ പുരോഹിതൻ അവളോട് പറയും, ഇസ്രായേലിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇനി പ്രസവം കഴിഞ്ഞ മുലകുടി മാറിയപ്പോൾ ഈ പുരോഹിതന്റെ അടുക്കലാണുണ്ടോ? ആണോ? അല്ലാതെ മറ്റൊരു പുരോഹിതന്റെ അടുക്കലല്ല. എന്നെ തെറ്റിദ്ധരിച്ച മനുഷ്യനാണ്, അതുകൊണ്ട് അദ്ദേഹത്തോട് കൂട്ടായ്മയില്ലെന്നല്ല പറഞ്ഞത്, അതേ പുരോഹിതന്റെ അടുക്കൽ. ഇതൊക്കെ തിരിച്ചറിയുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കണം. ഇതാ ഭക്തി, ഇതാ ഭക്തി. കർത്താവ് യേശു പറഞ്ഞു, എന്റെ വചനം കേട്ട് പ്രമാണിക്കുന്ന മനുഷ്യൻ പാറ കുടിച്ച് അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യൻ തുല്യൻ. മഴ പെയ്താൽ, കാറ്റടിച്ചാൽ, മഴ പെയ്താൽ, നദി പൊങ്ങിയാൽ ആ വീട് നശിക്കില്ല. കാരണം പാറമേൽ അടിസ്ഥാനമുള്ള വീടാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. അത് ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കും. പിശാച് ആക്രമിച്ചാലും, ലോകം വശീകരിച്ചാലും, അകത്തുനിന്ന് ജഡചിന്തകൾ പൊങ്ങി വന്നാലും നിന്നെ നശിപ്പിക്കാൻ കഴിയില്ല. നീ ക്രിസ്തുവിൽ അടിസ്ഥാനമുള്ള ദൈവത്തിന്റെ മക്കളാണ്. എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഭക്തി വെളിപ്പെടണം. എപ്പോ വെളിപ്പെടണം? ഇഷ്ടമില്ലാത്ത വാക്കും ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയും കാണുമ്പോൾ അതിനോട് റിഫ്ലക്ട് ചെയ്യുന്നത് അനുസരിച്ചാണ് നിങ്ങൾ ക്രിസ്തുവിൽ വളർന്നോ ഇല്ലയോ എന്ന് ദൈവം മെഷർ ചെയ്യും. അല്ലാതെ നിങ്ങളിങ്ങനെ കൈ
കൈയടിക്കുന്നതിനൊന്നുമല്ല, ഒരു മണിക്കൂർ അന്യഭാഷ പറയുന്നതിനൊന്നുമല്ല, നിങ്ങൾ ചിലപ്പോൾ 2 പ്രവചനം പ്രവചിക്കുന്നതിനല്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വാക്കും പ്രവൃത്തിയും നിങ്ങൾക്ക് നേരെ വരുമ്പോൾ അതിനോട് നിങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ, പ്രതികരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നിങ്ങളുടെ ആത്മീയത നടക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആവർത്തന പുസ്തകം 8 ഒന്ന് വായിച്ചു നോക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് എന്തെന്നറിയേണ്ടതിന് ഞാൻ നിങ്ങളെ വിശ്വസിച്ചു, ഞാൻ നിങ്ങളെ താഴ്ത്തി. എന്തിനാന്ന് പറയാം? അകത്തുള്ളത് കർത്താവിനെ അറിയാൻ പാടില്ല എന്നിട്ടല്ല, അകത്തുള്ളത് നിങ്ങളുടെ വായിന്ന് പുറത്തു വരുമ്പോൾ കർത്താവ് ഒരു ക്രമീകരണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ അനീതിയുള്ളവരെന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വെളിപ്പെടുത്തി നിങ്ങളോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തെ സ്തുതിച്ചാരാധിക്കാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ കർണാടകയിൽ ഞങ്ങൾ പാർക്കുന്ന സമയത്ത് ഒരു 3 ദിവസത്തേക്ക് ഒരു പാസ്റ്റർ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ വലിയ പാവച്ചാരനെ വിളിക്കും. അദ്ദേഹം ഇന്ന് കർത്താവിനെ വിളിച്ചു പ്രാപിച്ചു. അദ്ദേഹത്തെ ഞങ്ങളുടെ ചർച്ചിലേക്ക് 3 ദിവസത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ചു. 1ാമത്തെ ദിവസം ഞങ്ങൾ പോയി, ഞങ്ങൾ 2 പേരും കൂടെ പോയി പ്രാർത്ഥിച്ച്, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് 3ാമത്തെ സെക്ഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ കൈകോർത്ത് വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ ബാബുച്ചാനെ അടക്കരുത്, മറ്റൊന്നുമല്ല. ബാബുച്ചായ വന്നതിന് എന്ത് ഭക്ഷണം കൊടുക്കും, വണ്ടിക്കാശൊക്കെ കൊടുക്കും. ഞങ്ങൾ വിളിച്ചു പോയി. പക്ഷെ ഞങ്ങളുടെ ഒരു ചെറിയൊരു സന്ദേഹം. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിലും ഒരു മോട്ടർ വയ്ക്കുന്ന ശബ്ദം നോക്കിയപ്പോ വായിച്ചാണ് ഞങ്ങൾ സ്വീകരിച്ചു കേട്ടോ. അന്ന് വൈകിട്ട് എന്റെ കയ്യിൽ ഒരു 10 രൂപ ഉണ്ട്. ഈ 10 രൂപയായിട്ട് നെല്ലിയാടി എന്ന് പറയുന്ന ഗ്രാമം, ഏത് മംഗലാപുരത്ത് ഹാസ്യം കൊണ്ടുപോയി നെല്ലിയാടിയിൽ ഒരു ചായക്കട ചെന്നാൽ 10 രൂപ കൊടുത്ത ഒരു അയിലക്കറി വാങ്ങി. അതുകൊണ്ടൊന്ന് പുള്ളിക്ക് കൊടുത്തു. ചോറുണ്ട് ഒറ്റ കറിയാണ്. എന്നെ ഒരാഴ്ച കൊണ്ടുപോയി 5-6 പ്രാവശ്യം എനിക്ക് ഭക്ഷണം തന്നെ സൽക്കരിച്ചിട്ടുള്ള ദാസനല്ല. ഇതുകള് കടിച്ചുകൊണ്ടിരിക്കുന്ന മുഖത്തേക്ക് നോക്കി. നമ്മൾ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഇങ്ങനെ നടത്തും. സ്വത്രം പിറ്റേ ദിവസം അദ്ദേഹം കിടന്നുറങ്ങി. പിറ്റേ ദിവസം കാലത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊടുത്തു. ചായപ്പൊടിയില്ല, കാപ്പിപ്പൊടിയില്ല, ചൂടുവെള്ളം. ഇതെങ്ങനെ കുടിച്ചപ്പോൾ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ദൈവം ഞങ്ങളിങ്ങനെ നടത്തും. സ്വത്രം. അത് കഴിഞ്ഞ് വെള്ളച്ചില്ലറൊക്കെ തപ്പിപ്പറക്കി 2-4 രൂപ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചർച്ച കോളി വരാം. താമസിക്കുന്ന വീട്ടിൽ ജീപ്പിൽ അല്ലെങ്കിൽ ലോറിയിൽ അവിടെ ഇദ്ദേഹം ബൈക്കിൽ പോകും. ഇദ്ദേഹം പ്രസംഗിക്കാതിരുന്നപ്പോ പറഞ്ഞു, ഞാൻ ഇത്ര വർഷങ്ങളായി ആത്മശുശ്രൂഷയിലായി, എന്നാൽ പാസ്റ്റർ ഡഗ്ലസിന് വേണ്ടി എന്ന കാലത്ത് എനിക്ക് തന്ന ഭക്ഷണമില്ല. ഇന്ന കാലത്ത് ചൂടുവെള്ളം വന്നു. സങ്കടമായിട്ട് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ നോക്കി. ഇപ്പോൾ ദൈവം ഞങ്ങളെങ്ങനെ നടത്തും. സ്വത്രം. ഞാനൊരു പാഠം പഠിച്ചത് പുള്ളി പറയാ. അത്ര പേർക്ക് മനസ്സിലായി? നമ്മളെ ഈ ഇല്ലാത്തതൊന്നും ഭാവിക്കണ്ട, ഉള്ളത് പോലെ ജീവിച്ചാൽ മതി. എന്തിനാ വെച്ചുകെട്ടൊക്കെ? ഇല്ലാത്തതൊക്കെ ഭാവിക്കരുത്. ഭാവിക്കേണ്ടതിന് വീതം ഭാവിക്കരുത്. എപ്പോൾ സുബോധത്തോടെ ജീവിക്കണം, സുബോധത്തോടെ ജീവിക്കണം, സുബോധത്തോടെ ജീവിക്കണം. അത് വളരെ വ്യക്തമായി ഞാൻ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചു. അപ്പൊ ഇതിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ മുമ്പിൽ വെച്ചിരുന്ന കർത്താവെ ഉച്ചയ്ക്ക് പുള്ളിക്ക് ഭക്ഷണം കൊടുക്കും. പ്രശ്നമെല്ലാം കഴിഞ്ഞപ്പോൾ കൊച്ചുമോളെന്ന് പറയുന്ന കൊച്ചു രാജുവിന്റെ ഭാര്യ എന്റെ അറിയോ പക്ഷേ ഭാവിച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് എന്റെ വീട്ടിൽ ഭക്ഷണം 25 രൂപ സ്വന്തരാജ്യം വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, സഹോദരിക്ക് അവിടുത്തെ കിട്ടിയ പൈസ? എന്നോട് പറയാൻ ഈ മോശ പ്രാർത്ഥന പ്രഖ്യാപിച്ചപ്പോ തന്നെ എന്റെ ഉള്ളത്തിൽ ഒരു താല്പര്യമുണ്ട്. കടന്നു വരുന്ന ദേവദാസന് ഒരു നേരത്തെ ഭക്ഷണം, ഒരു സ്വന്തരാജ്യം കൊടുക്കും. ഇന്ന കാലത്താണ് എനിക്ക് 75 രൂപ തരാനുള്ള മനുഷ്യൻ
എന്റെ കയ്യിൽ കൊണ്ടൊന്ന് പൈസ തന്നു പാസ്റ്ററെ. ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് 25 ദിവസം അയച്ചു. ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ, ഒരു പറമ്പ് 5 കുടുംബങ്ങളാണ് പാർക്കുന്നത്. എല്ലാവർക്കും ഈക്വലായിട്ട് സ്ഥലം അപ്പൻ വീതിച്ചു കൊടുക്കുക. ചേട്ടനും അനിയനൊക്കെ കപ്പ് ഇട്ടുകൊണ്ട് കേട്ടോ. കൊച്ചി ആ വർഷം ഏറ്റവും ഗുണമുണ്ടായത് ആർക്കാന്നറിയോ? കൊച്ചിരാജന്റെ വീട്ടിലാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ നിങ്ങളോട് പറയാം, സ്നേഹത്തോടെ ഏത് കൂട്ടായ്മ നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യാം. അത് ചിലപ്പോൾ മനുഷ്യന്റെ മുമ്പിൽ മരുന്ന് ചേർന്നൊക്കെ എടുക്കുന്നോളൂ. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സ്തോത്രം. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് നിങ്ങളുടെ കർത്തവ്യമാണ്. അതിന് നിങ്ങൾ എടുക്കുന്ന എഫോർട്ട്, നിങ്ങൾ എടുക്കുന്ന പെയിൻ സ്വർഗത്തിന് ദൈവം കാണും. ഇന്ന് രാത്രി ഞാനും എന്റെ ഭാര്യ കൂടെയുള്ള വരുന്നതിന് മുമ്പ് പറഞ്ഞു, 6 മണിയായപ്പോൾ തന്നെ ദൈവമക്കൾ വരാൻ തുടങ്ങി. ദൈവം സന്തോഷം തോന്നി. ഈ മഴയുടെ പ്രതികൂലത്തിലും സാധ്യതയിലും നിങ്ങളെടുത്ത ആ എഫോർട്ട്, നിങ്ങളെടുത്ത പെയിൻ, അത് കാണുന്ന ഒരു സ്വർഗത്തിന് അത് മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. യാതൊരുവിധ സംശയം വേണ്ട. സ്വർഗത്തിന് ദൈവം നിങ്ങളെ മാനിച്ചിരിക്കുന്നു. അത് ദൈവത്തിന് അത് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരു ജീവനുണ്ടെങ്കിൽ, ചലിക്കാൻ പറ്റുമെങ്കിൽ കൂട്ടായ്മ മുടങ്ങരുതെന്ന് ഞാൻ പറയാം. നിങ്ങൾക്കറിയാമോ, അന്ന് ആ മരം വീണ സമയത്ത് പെട്ടെന്ന് ഞാൻ മരത്തിന്റെ അടിയിൽ ഈ മരം വീണപ്പോൾ അത് വെട്ടിമാറ്റാൻ ശ്രമിച്ചതാണ്. ഈ മരം വെട്ടൊന്നും പരിശീലനമില്ലാത്തതുകൊണ്ട് വെട്ടിയപ്പോഴത്തേക്കും മരം അങ്ങനെ തിരിഞ്ഞങ്ങനെ വന്ന് വീഴും. ഞാൻ അടിയിലായിരുന്നു. ആൾക്കാർ ഓടി വന്നതിനെ പൊക്കിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഉടൻ തന്നെ എക്സ്റേ എടുത്തു. പ്രധാനപ്പെട്ട ആളെ കാണിച്ചു, ഓർത്തോസർജനെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ലെഗ്മെന്റ് ഡിസ്ലൊക്കേറ്റഡ് ആയിക്കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്തു. ഇപ്പൊ എന്റെ കൂടത്തെ ഒരു വിശ്വാസം, ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പ്ലാസ്റ്ററാണ്, പ്ലാസ്റ്റർ ഇട്ട് തന്നാട്ടെ എന്നിട്ട് ഞാൻ പറയാം. അങ്ങനെ അദ്ദേഹം ഇവിടെ മുതൽ ഇവിടം വരെ പ്ലാസ്റ്റർ. ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ ആരംഭിച്ച ചർച്ചിനോട് ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് സൺഡേയിൽ ഞാൻ ഇല്ലാത്തൊരു ശുശ്രൂഷ എന്റെ കൂടെയുള്ളവരെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ കട്ടിലെ ഞങ്ങൾക്ക്, എനിക്ക് കാലം നിവർത്താൻ പറ്റില്ല, കട്ടിലെ കിടക്കുക. എന്റെ ഭാര്യയാണ് എന്നെ ശുശ്രൂഷിക്കുന്നത്. അപ്പോഴാണ് അവരുടെ വില കൂടുതൽ എനിക്ക് മനസ്സിലായത്. ഭാര്യയുടെ ആവശ്യം. ചില പുരുഷന്മാരെ എന്തായിരുന്നു, അവര് ഭയങ്കര ഈ കോണവര്. അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒന്ന് തെറ്റുമ്പോ ഭാര്യ വന്ന് കയ്യിൽ പിടിക്കുമ്പോഴത്തേക്ക് ഇവര് പറയും, ഇതിനെ പിടിക്കൊന്നും വേണ്ട, എനിക്കറിയാം എന്തൊരു ജീവയാണെന്ന്. ഇങ്ങനെ കിടക്കുമ്പോഴാണ് അറിയുന്നത് ഭാര്യയുടെ നിലയിലേക്ക്. അങ്ങനെ ഒരു അവസ്ഥ ഇങ്ങനെ എന്നെ കൊണ്ടുവന്നിട്ട് ഞാനിവിടെ കട്ടിലെ കിടക്കുക. അപ്പോൾ ബൈബിൾ സ്റ്റഡി നിങ്ങളോട് ഞാൻ പറയുന്ന സത്യത്തെ, കാഞ്ഞൂര് ന്യൂഡിയാച്ചി ചോക്കോടിലെ ഒരു ഷാനിച്ചാണ് കുടിവെള്ള ബിസിനസ് നടത്തുന്ന മനുഷ്യൻ. 6ാമത്തെ ആഴ്ച മാത്രമേ പ്ലാസ്റ്റർ വെട്ടത്തുള്ളൂ. 5ാമത്തെ ആഴ്ച പുള്ളി വന്നിരിക്കുക. പുള്ളി വന്നിട്ട് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, പാസ്റ്റർ അടുത്ത ആഴ്ച എന്റെ വീട്ടിൽ 3 ദിവസം മാസം പ്രാർത്ഥന. പാസ്റ്റർ വന്ന ഏറ്റവും ഒടുവിലത്തെ ദിവസം പ്രസംഗിച്ച് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കും. അത് അത്ര ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ. അന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ച പ്ലാസ്റ്റർ വെട്ടത്തോളല്ലോ, കിടക്കുക, അല്ലാതെ ഈ നടക്കാതെ പറ്റില്ല, കിടക്കുക. അദ്ദേഹം ഏടിക്കാതെന്ന് പറയണ്ട, വന്ന് കണ്ടു. നിങ്ങളോട് ഞാൻ പറയട്ടെ, ആ സമയത്ത് ഞാനൊരു മാരുതി കാറ് കൊണ്ടുവരാൻ എന്റെ കൂടെയുള്ള സഹോദരി ഒമ്പനി കാർ കൊണ്ടുവന്നു. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന നിവാസം വരെ ശവപ്പെട്ടി പൊക്കി കയറ്റുന്ന പോലെ കയറ്റി കിടത്തി കാലടിക്കടുത്തുള്ള കാഞ്ഞൂർ വരെ കൊണ്ടുപോയി. ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നടന്ന് പോകാൻ വണ്ടി കയറത്തില്ല. അതുകൊണ്ട് എന്നെ പൊക്കിയെടുത്ത് ഈ നാട്ടുകാര് കാണുക ഒരാളെങ്കിലും ചാപ്പൊട്ടി കൊണ്ടുപോകുന്നവരുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോ കാണുന്നവര് കസേരയിട്ട് എന്നെ സ്വീകരിച്ചിരുന്നു കേട്ടോ. കട്ടിലെ റെഡിയാക്കി വെച്ചിരിക്കുക. ആ കട്ടിലെ കിടന്ന് പ്രസംഗിച്ചു, കട്ടിലെ കിടന്ന് പ്രാർത്ഥിച്ചു. മനസ്സിലായി?
വേണമെങ്കിൽ ഒഴിവൊക്കെ പറയാം. പക്ഷേ കർത്താവ് ഏൽപ്പിച്ചൊരു ശുശ്രൂഷ എത്ര പേർക്ക് മനസ്സിലാകും? ഒടിവ് പറയരുത്, ഒടിവ് പറയരുത്. പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം അവസരം തരുന്നെങ്കിൽ, ഒരല്പമെങ്കിലും ജീവനുണ്ടെങ്കിൽ നീ ചലിക്കാൻ തുടങ്ങുക. ദൈവത്തിന്റെ അത്ഭുതം കാണും. ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു. സമയത്തിലാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 9 മണിക്ക് പോകണം. നാളെ ഒരു കല്യാണം ഉള്ളതുകൊണ്ട് എനിക്ക് പോയ പറ്റുന്നില്ല. കാരണം ഞാൻ ആ കല്യാണത്തിന് ചെന്നേ പറ്റും. അതാണ് അവരുടെ താല്പര്യം. ഞാൻ ഇവരോട് പറയട്ടെ, സ്തോത്രം. അത് കഴിഞ്ഞ് പ്ലാസ്റ്ററൊക്കെ വെട്ടി കേട്ടോ. പിന്നെ ഞാൻ ഈ വോക്കറില്, അത് കഴിഞ്ഞ സ്റ്റിക്കില്, ഈ സ്റ്റിക്കില് ഞാൻ ഇങ്ങനെ ഊന്നി നടക്കുന്ന സമയം പിന്നീട് ഞാൻ പഠിപ്പിച്ചൊരു കുഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എന്റെ ചർച്ചയിൽ ഉപവാസ പ്രാർത്ഥന വരാം, കാലത്ത് വൈകിട്ട് ഒന്ന് പ്രസംഗിക്കും. ഞാൻ പറഞ്ഞു പോലെ വരാം. പക്ഷെ ഞാൻ എനിക്കങ്ങനെ എഴുന്നേറ്റൊന്നും പ്രസംഗിക്കാൻ പഠിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ഞാനിങ്ങനെ കുഞ്ഞൊക്കെ എടുക്കുന്നത് അതൊന്നും എനിക്ക് വിഷയമല്ല. സാർ വരണം. ഞാൻ ചെന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് ഇതുപോലെ മൈക്ക് സ്റ്റിക്കും പിടിച്ചത് ഇങ്ങനെ പ്രസംഗിക്കാം കേട്ടോ. ശ്രദ്ധിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1.5-1.5 മണിക്കൂറായി. ആത്മാവിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ അകത്തുനിന്ന് ഈ തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജല നദി ഒഴുകാൻ തുടങ്ങി. ശക്തിയാണെന്ന് തുടങ്ങി. ആത്മാവിൽ ഞാൻ ഫലപ്പെട്ടു. അസ്ഥിക്കങ്ങൾ കളഞ്ഞു. ഇന്നവരെ പിന്നെ അവൻ ലെഗ്മെന്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വന്നിട്ടില്ല. ഇന്നവരെ കുനിഞ്ഞു നടക്കേണ്ടി വന്നിട്ടില്ല. ദൈവിക സൗഖ്യം എനിക്ക് പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ! എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ കർത്താവിന്റെ വേലയിൽ തന്നെ തുടർന്നോളൂ. എന്ത് പ്രശ്നമുണ്ട്? ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുക, കൂട്ടായ്മയിൽ കർത്താവിന്റെ വേലയിൽ ശുഷ്കാന്തിയുള്ളവരായിട്ട് നടന്നു. ഓൺ ദ വേയിൽ നിങ്ങളുടെ പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെടും. ദൈവത്തെ സ്തുതിച്ചതാരാധിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. ദൈവത്തിന് മഹത്വം കർത്താവിന് വേണ്ടി ഏൽപ്പിക്കുക. ഇന്ന് രാത്രി നിങ്ങൾ എന്തെങ്കിലും ക്ഷീണമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ പറയാം, തിരിച്ചു പോകുന്നത് സൗഖ്യത്തോടുകൂടിയാണ്. വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അത്ഭുതങ്ങൾ നിങ്ങൾ കേൾക്കും. നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നത് നിങ്ങൾ കാണും. വഴികൾ തുറന്നത് കാണും. അകന്നുപോയ ബന്ധങ്ങൾ അടുത്തു വരുന്നത് കാണും. രേഖകൾ തിരിച്ചു വരുന്നത് കാണും. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ആ ദൈവത്തിൽ വരുന്നവരെ, ദൈവത്തോട് അടുത്തു വരുന്നവരെ, കൂട്ടായ്മയിൽ വരുന്നവരെ, കൈവിടാത്തവരെ ദൈവം ഇന്ന് രാത്രി നടുവിലുണ്ട്. ഹല്ലേലൂയ! ദൈവം പ്രവർത്തിക്കും. വിശദീകരിക്കാൻ സമയമില്ല. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ കടന്നു വന്ന് ആത്മാവ് ഏൽപ്പിക്കുന്ന ശുശ്രൂഷ. ഞാൻ എൻ്റെ MTH ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി കാണിച്ച് ഓർത്തഡോക്സ് CSI മർത്തോമ സെമിനാരികൾ ചേർന്ന് സെറാമ്പർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നടത്തുന്ന ഫെഡറേറ്റൽ ഫാക്കൽറ്റി FFRC വഴി ഫെഡറേറ്റൽ ഫാക്കൽറ്റി ഫോർ റിസർച്ച് ആ സ്ഥാപനത്തിലാണ് ഞാൻ പഠിച്ചത്. ഡോക്ടർ T.A. വർഗീസ് എന്ന് പറയുന്ന ഒരു ഓർത്തഡോക്സ് വൈദികനായിരുന്നു.
ഞങ്ങൾ തമ്മിൽ അടുത്തപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, തോമസ് ജോസഫ്, അങ്ങനെയാണ് ഒഫീഷ്യൽ. ഇപ്പോൾ അന്യഭാഷ പറയുന്നുണ്ടോ? അന്യഭാഷ ഞാൻ പറയും 15ാമത്തെ വയസ്സിൽ പ്രാപിച്ചതാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ. അതുകൊണ്ട് ഇപ്പോഴും പറയും. മനസ്സിലായി? 2005 കാര്യമില്ല. സ്തോത്രം. കുഞ്ഞുങ്ങളെ ഇതൊക്കെ പ്രാപിച്ചു കേട്ടോ, ഇതൊക്കെ എല്ലാം പ്രാപിച്ചു. ഹല്ലേലൂയ. അതിനുള്ള കൃപ നിങ്ങളിലെല്ലാം പകരും. സ്തോത്രം. ഒരു കാര്യം കൂടെ പറയണം എന്നതിന്റെ ഉള്ളത്തിൽ പ്രേരണ. നിങ്ങളുടെ തലമുറകൾ ദൈവത്തിന് പ്രത്യേകമായി ഉപയോഗിക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടമുണ്ടാകും. ആ കുഞ്ഞുങ്ങളെ ആക്സിഡന്റിൽപ്പെടുത്തി ആ കുഞ്ഞുങ്ങളെ പല നിലകൾ നശിപ്പിക്കാനൊക്കെ ശ്രമിക്കും. നിങ്ങളപ്പോ ഭയപ്പെടരുത്. നിങ്ങൾ പറയണം, എന്റെ കുഞ്ഞിനെ കുറിച്ച് അങ്ങേക്ക് ഒരു വലിയ പദ്ധതിയുണ്ട്. ആത്മാവിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. കർത്താവിന്റെ സ്പെഷ്യൽ തെരഞ്ഞെടുപ്പുള്ളവരെ ഒടുക്കിക്കളയാൻ ശ്രമിക്കും. പക്ഷെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. പിശാചിന്റെ പദ്ധതികളുടെ നടുവിൽ തന്നെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കും. അത് വളർത്തിയെടുക്കും. ദൈവത്തിന്റെ പ്രവൃത്തി. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് നൽകിയ രണ്ടാമത്തെ മോൻ, അവനെ കൺസീവ് ആകുന്നതിന് മുമ്പ് ആത്മാവിനോട് പറഞ്ഞു, നിനക്ക് ഒരാൺ സന്തതിയെ തരും, അവന് ഡാനിയേൽ എന്ന് പേരിടും. അങ്ങനെ പ്രകടമായപ്പോൾ ഞാൻ എൻ്റെ മാതൃസഭയിൽ ഒരിക്കലും ഇങ്ങനെ പ്രസവിച്ചു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തെ കുഞ്ഞാൻ ഒരാൺകുട്ടിയാണ്, അവനെ ഡാനിയേൽ എന്നാണ് പേരിടാം. ലിംഗനിർണ്ണയം നടത്തിയിട്ടില്ല കേട്ടോ. ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ഭാര്യയും നമ്മുടെ ഇവിടെയുള്ളവർക്ക് ചോദിച്ചു, ലിംഗനിർണ്ണയം നടത്തിയിട്ടില്ലല്ലോ, ഇതെന്തിനാ ഇത്ര ഉറപ്പോടെ? ഞാൻ ദൈവമാണ്, മാറ്റം ഉണ്ടാക്കില്ല. എത്ര പേർക്ക് മനസ്സിലായി? ദൈവം മാറ്റം ഉണ്ടാക്കി. ദൈവം പറയുന്നത് തിരിച്ചറിഞ്ഞു. ദൈവമാണ് പറയുന്നത് എന്ന് വിചാരിച്ച് മനുഷ്യ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ അതൊന്നും ദൈവം നിറവേറ്റുന്നില്ല. അത് ഏതൊരു പ്രവാചകൻ പറഞ്ഞ ഗുമ്മിന് പ്രവചിക്കുന്നവർക്കുണ്ട്. ഗുമ്മിന് അതൊന്നും നിറവേറ്റത്തില്ല. തമ്പുരാൻ പറഞ്ഞാൽ അത് നിറവേറ്റപ്പെടും. അത് തിരിച്ചറിഞ്ഞു, അത് വിവേചിക്കണം. അങ്ങനെ വിവേചിച്ച് നിങ്ങളെ യാത്ര മുറുകെ പിടിക്കണം. കർത്താവ് നിങ്ങളെ മാനിച്ചു, കർത്താവ് നിങ്ങളെ ഉയർത്തി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. എന്താ? വീട്ടിൽ ചെന്ന് പ്രാപിച്ച ഒരു വ്യക്തിയുടെ ഒരു പ്രധാന പ്രത്യേകത വാചനത്തിന് വേണ്ടിയുള്ള വാചനം ഭക്ഷിക്കാൻ. നിങ്ങൾ വചനം വായിച്ച് നിങ്ങൾ പോകണം. പക്ഷേ കർത്താവിനോട് പറയണം. എന്ത് പറയണം? കർത്താവ് ഇതൊരു പൊരുളരിക്ക് വെളിപ്പെടുന്നു, പൊരുളരിക്ക് വെളിപ്പെടുന്നു. വില്യംബൂത്ത് പറഞ്ഞൊരു കാര്യമാണ്. മരണത്തോടെ ഏകദേശം അടുത്തപ്പോൾ വില്യംബൂത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ പുള്ളി ഒരു ലെൻസ് വെച്ച് ഈ വലിയ ബൈബിള്, നമ്മുടെ ചെറിയ ബൈബിളുണ്ട്, വലിയ ബൈബിള് ഇതിനെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരാൾ ചോദിച്ചു, ദേവദാസനെ ഒത്തിരി പ്രാവശ്യം ബൈബിള് വായിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങ് എന്താണ് ഇത്ര സൂക്ഷ്മമായി ഇങ്ങനെ പലതും അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ അനുസരിക്കേണ്ട കൽപ്പന വല്ലതുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കുക. കണ്ടോ? അവന് വാഴ്ചയുണ്ടാകും. കർത്താവ് പറഞ്ഞൊരു വാക്ക് പറഞ്ഞ അവസാനം, കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിന്റെ കൽപ്പനകൾ പ്രമാണിക്കും. കർത്താവ് പറയുന്നത് കണ്ടെത്തി ഭക്ഷിച്ച് കൽപ്പനകൾ പ്രമാണിച്ച് ജീവിച്ചാൽ ഞാൻ ചലഞ്ച് ചെയ്ത് പറഞ്ഞു, എന്ത് പ്രതിസന്ധികൾ നിങ്ങളുടെ നേരെ വന്നാലും അതിന്റെ നടുവിൽ നിങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കർത്താവിന് സ്തുതികൾ പറഞ്ഞുകൊണ്ട് നിൽക്കും. പ്രൈസ് ദി ലോർഡ്.
കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് നിൽക്കും. അതിനുള്ള കൃപ നിങ്ങളുടെ സമർത്ഥമായിട്ട് ദൈവം നൽകട്ടെ. ഈ 4 സെക്ഷനിലുള്ള ശുശ്രൂഷ നിങ്ങൾക്ക് ഗുണകരമായി എന്നുള്ളത് എനിക്കറിയാം. അത് ഈ വചനം വെളിപ്പെട്ടാൽ അതിനൊരു വലിയ റിസൾട്ട് ഉണ്ട്. ഈ ഒരിക്കൽ ഡിയർ മൂടിയോട് ആൾക്കാർ ചോദിച്ചു, എന്തിനെ വചനം തന്നെ പ്രസംഗിക്കുന്നു? അപ്പൊ മൂടി പറഞ്ഞു, ഈ പാറ പൊട്ടിക്കുന്ന മനുഷ്യൻ കൂടെ കൊണ്ട് പാറ അടിക്കുമ്പോഴത്തേക്ക് ഈ ഉപരിതലത്തിൽ ഒരു ഭാവവ്യത്യാസവും പെട്ടെന്ന് കാണാൻ പറ്റില്ല. പക്ഷെ അടിക്കുന്ന ആളോട് ചോദിച്ച് അദ്ദേഹം പറയും, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. അതെവിടെയാണെന്നറിയാമോ? ഈ പാറയുടെ ഇന്നർ കോറിൽ എന്റെ ഓരട്ടി കൊള്ളുമ്പോഴും അതിന്റെ അകത്ത് പൊട്ടാൻ തുടങ്ങി, അതിന്റെ അകത്ത് പിള്ളേര് വരാൻ തുടങ്ങി. വീണ്ടും ഞാൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പാറ പിള്ളേരും. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ദൈവവചനം ഉള്ളതുപോലെ പ്രസംഗിക്കപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഡൈജസ്റ്റഡ് ആകില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ വചനം നിങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ആന്തരിക തലത്തിൽ മാറ്റമുണ്ട്, നിങ്ങളുടെ ക്യാരക്ടറിന് മാറ്റമുണ്ട്, ചിന്താഗതികൾക്ക് മാറ്റമുണ്ട്, വിശ്വാസ ജീവിതത്തിന് മാറ്റമുണ്ട്. നിങ്ങൾ അർത്ഥമുള്ളവരായി ജീവിക്കും, അങ്ങനെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ജീവിക്കും. അതിനുവേണ്ടിയാണ് ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആ ചൂതിനെ നിങ്ങൾ ഏറ്റെടുക്കാൻ കർത്താവിന്റെ കൃപ നിങ്ങളിൽ പകരട്ടെ. കണ്ണുകളാണ് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ഒരു നിമിഷം. We have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. The cross before me, the world behind me. The cross before me, the world behind me. The cross before me, the world behind me. No turning back, no turning back, no turning back, no turning back. Though no one joins me, still I will follow. Though no one joins me, still I will follow. Though no one joins me, still I will follow. No turning back, no turning back, no turning back.